Hi. CS Executive previous year question paper discussion series III Commerce Academy conduct ചെയ്യാണ് through our YouTube channel. So CS Executiveൻ്റെ കഴിഞ്ഞ അറ്റംപ്റ്റിൽ, അതായത് നമ്മുടെ ജൂൺ 2025 എക്സാമിനേഷൻ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ടുഡേ വി ആർ ഡിസ്കസിങ് Group 2 paper number 7 tax laws and practice, and as you all know, ടാക്സ് ലോസ് ആൻഡ് പ്രാക്ടീസ് 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ 3 മണിക്കൂറാണ് നമുക്കതിന് അനുവദിച്ചിരിക്കുന്ന സമയം. നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് 2 പാർട്ട് കവർ ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ടാക്സ് ലോസും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് ലോസും. ഡയറക്റ്റ് ടാക്സ് ലോസിൽ നമുക്ക് ഇൻകം ടാക്സ് നിയമത്തെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇൻഡയറക്റ്റ് ടാക്സ് ലോസിനകത്ത് നമുക്ക് GST നിന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും, അതുപോലെ തന്നെ കസ്റ്റംസ് ലോയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും. അപ്പോൾ അതിൽ മാർക്കിൻ്റെ അപ്പോർഷൻമെൻറ്റ് 60-40 ആണ്. 60 മാർക്കിൻ്റെ ഇൻകം ടാക്സ് ക്വസ്റ്റ്യൻസും 40 മാർക്കിൻ്റെ GST പ്ലസ് കസ്റ്റംസിൻ്റെ ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടാവുക. ക്വസ്റ്റ്യൻസ് നമുക്ക് CS ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ CS ക്വസ്റ്റ്യൻസ് അത്ര എളുപ്പം ഉള്ള ക്വസ്റ്റ്യൻസ് അല്ല. നമുക്ക് എക്സാമിനേഷൻ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. CA എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ പോലെ തന്നെയാണ്, അത്രയും നല്ല ലെവലിലുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഒരു കാര്യമായിട്ടുള്ള ഒരു പഠനത്തിലൂടെ മാത്രമേ നമുക്ക് കൺസെപ്ഷ്യൽ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. ആ കൺസെപ്ഷ്യൽ ക്ലാരിറ്റി വേണം. അതുപോലെ തന്നെ പരമാവധി ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു പേപ്പർ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിതൊരു മെയിൻ പേപ്പർ അല്ല എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഈ പേപ്പർ നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് പോകുന്നതിന് ഒരു തടസ്സമായി നിൽക്കാൻ സാധ്യതയുള്ളൊരു പേപ്പറാണ്. സോ അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനിലൂടെ മാത്രമേ ഈ ഒരു പേപ്പർ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ എനിവേ, കൂടുതൽ കാര്യങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറയാം. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 എപ്പോഴും നമുക്ക് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. CS എക്സിക്യൂട്ടീവിൻ്റെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും നമുക്ക് ചോദിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 15 മാർക്കാണ്. നോർമലി നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്കുണ്ടാവുക. എല്ലാ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം 15 മാർക്ക്. കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകും. ഈ CS ഒരു പ്രശ്നം ഇതാണ്, നമുക്ക് മാർക്ക് അപ്പോൾ അലോട്ട്മെൻറ്റ് വളരെ കുറവാണ്. ക്വസ്റ്റ്യൻസ് ധാരാളം ഉണ്ടാവും, പക്ഷേ അതിന് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന മാർക്ക് വളരെ കുറവാണ്. അപ്പോൾ അത് വേറൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എത്ര നന്നായിട്ട് അറിയാവുന്ന നല്ല രീതിയിൽ എഴുതിയാലും നമുക്ക് മാക്സിമം അതിനകത്തൊരു 3 മുതൽ 5 മാർക്ക് വരെ കിട്ടത്തുള്ളൂ. അതാണ് പ്രശ്നം. യെസ്, ശരി. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യനിലേക്ക് പോവാം. മിസ്സിസ് അങ്കിത, ഏജ്ഡ് 50 years, a resident individual and practicing company secretary, furnishes you the receipts and payments account for the financial year 2024-25. സോ 2024-25 അവരുടെ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടാണ്. അത് വരവ് ചിലവ് കണക്കുകളാണ്. അപ്പോൾ അവർക്ക് മൊത്തം കിട്ടിയിരിക്കുന്ന വരവുകൾ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അവരുടെ ചിലവുകളും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണെന്ന് നോക്കാം. ആദ്യം ഡെബിറ്റ് സൈഡിൽ, റെസീറ്റ് സൈഡിൽ അവർക്ക് ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് 10,000 രൂപ തുടക്കത്തിലുണ്ടായിരുന്നു. പ്രൊഫഷണൽ സർവീസിലൂടെ 50 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് അറിയത്തില്ല എന്താണ് ചോദ്യം എന്നറിയത്തില്ല. എനിവേ ഇതൊരു ഇൻകം ടാക്സിന് ഇതിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതൊരു PGBP ഹെഡിൽ വരുന്ന ഒരു റെസീപ്റ്റാണ് ഈ തന്നിരിക്കുന്ന 50 lakhs. ദെൻ റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വാടകയാണ്. അപ്പോൾ നമുക്കത് അറിയാം, നമുക്കത് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലേക്ക് എടുക്കേണ്ട കാര്യമാണ്. ദെൻ മോട്ടോർ കാർ ലോൺ എടുത്തിട്ടുണ്ട് SBIയിൽ നിന്ന്. ലോൺ എടുത്തിരിക്കുന്ന ഒരു ക്യാപിറ്റൽ റെസീപ്റ്റാണ്, കടമാണ്, നമുക്കൊരു ഇൻകം അല്ല. ദെൻ ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, SBI അക്കൗണ്ടിൽ നിന്നുള്ള പലിശ, അത് നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സ്. പിന്നെ SBI അക്കൗണ്ടിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരൊരു 50 വയസ്സുള്ള ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് തന്നെ 80TTA എന്ന ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം അപ് ടു ₹10,000. ഇതൊക്കെ നമ്മൾ ഒരു ഡേറ്റ കിട്ടുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ നമുക്ക് റെസീറ്റ് സൈഡിൽ വേറെ ഒന്നുമില്ല.
ഇനി ഡെബിറ്റ് സൈഡ്, അതായത് ക്രെഡിറ്റ് സൈഡ്, എക്സ്പെൻഡിച്ചർ സൈഡിൽ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. സ്റ്റാഫ് സാലറി, ബോണസ് ആൻഡ് സ്റ്റൈപ്പൻഡ് ടു ആർട്ടിക്കിൾഡ് അസിസ്റ്റൻസ്. ഓക്കെ, 21 lakh ഇതൊരു ബിസിനസ് എക്സ്പെൻഡിച്ചറാണ്. ദെൻ അതർ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ വന്നിട്ട് 11,50,000. ഓഫീസ് റെൻറ്റ് പെയ്ഡ് ഇൻ എ കോംപ്ലക്സ് 30,000 ബിസിനസ് എക്സ്പെൻഡിച്ചർ തന്നെയാണ്. ഹൗസിംഗ് ലോൺ റീപെയ്ഡ് ടു SBI, ഇൻട്രസ്റ്റ് 80,000 രൂപ, മൊത്തം 1,88,000 ആണ്. സോ അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് പ്രിൻസിപ്പൽ പോർഷൻ 1,08,000 രൂപയും ഇൻട്രസ്റ്റ് പോർഷൻ 80,000 രൂപയും. അങ്ങനെയാണത് 1,88,000 ആയിട്ടുള്ളത്. ഇതൊരു ബിസിനസ് എക്സ്പെൻഡിച്ചർ അല്ല, എന്നാൽ ഇതൊരു പേഴ്സണൽ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റിന് നമുക്ക് 80C ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇൻട്രസ്റ്റിന് നമുക്ക് 24B ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഫോർ ഹെർ സ്പൗസിൻ്റെ പേരിൽ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്. 10% ഓഫ് സം അഷ്വേർഡ് 24,000 രൂപ. എഗെയിൻ ഇതൊരു പേഴ്സണൽ എക്സ്പെൻഡിച്ചറാണ്. എനിവേ നമുക്കത് 80C പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. 80Cയുടെ ഓവറോൾ ലിമിറ്റ് 1.5 ലക്ഷമാണ്. ഓൾറെഡി 1,08,000 ആയി 80Cയിൽ, പിന്നെ 24,000 കൂടി ആയി, അപ്പോൾ 1,32,000 ആയി ഓൾറെഡി 80C. ദെൻ മോട്ടോർ കാർ, ഒരു മോട്ടോർ കാർ മേടിച്ചിട്ടുണ്ട്. ഇറ്റ്സ് അക്യൂർഡ് ഓൺ 1st January 2025 ബൈ അക്കൗണ്ട് പേ ചെക്ക് 4,25,000. ഇനി ഈ മോട്ടോർ കാർ ബിസിനസ് ആവശ്യത്തിന്, പ്രൊഫഷണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് ക്വസ്റ്റനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വി കുഡ് കമ്പ്യൂട്ട് ഡിപ്രീസിയേഷൻ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് 1st January 2025 മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് 2024-25 അതുമാത്രമല്ല, ലെസ് ദാൻ 180 ഡേയ്സ് പൊട്ട് യൂസ് ആകുമ്പോഴത്തേക്കും നമുക്ക് 50% ഓഫ് ഡിപ്രീസിയേഷനെ കിട്ടത്തുള്ളൂ. ഡിപ്രീസിയേഷൻ 50% കിട്ടുമെന്നല്ല, 50% ഡിപ്രീസിയേഷൻ നമുക്ക് നോർമലി കിട്ടാവുന്നതിൻ്റെ 50% കിട്ടുള്ളൂ എന്നുള്ളതാണ്. ദെൻ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഫോർ സെൽഫ് ആൻഡ് ഹെർ ഹസ്ബൻഡ് പെയ്ഡ് ത്രൂ മൊബൈൽ UPI 18,000. ഇത് നമുക്ക് 80D പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഡിഡക്ഷൻ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ സ്വന്തം പേരിലും സ്പൗസിൻ്റെ പേരിലും എടുക്കും, നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നമ്മളത് ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. ഓക്കെ, മൊബൈൽ UPI വഴിയാണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഡെഫിനറ്റ്ലി വി കുഡ് ക്ലെയിം ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80D. ബുക്സ് ബ്രോട്ട് ഓൺ 1/7/2024. ആനുവൽ പബ്ലിക്കേഷൻസ് ബൈ അക്കൗണ്ട് പേ ചെക്കാണ് കൊടുത്തിരിക്കുന്നത്. 20,000 രൂപയാണ്. ഓക്കെ, ഇതും നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ് ബുക്സിന്. പക്ഷേ 40% ഡിപ്രീസിയേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇത് മേടിച്ചിരിക്കുന്ന 1/7/2024 ആണ്. അപ്പോൾ അത് പുട്ട് മോർ ദാൻ 180 ഡേയ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ നമ്മൾ മേടിച്ചിരിക്കുന്നു 1/12/2024 ബൈ അക്കൗണ്ട് പേ ചെക്ക് ഫോർ പ്രൊഫഷണൽ യൂസ് 30,000. ഇത് നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറിക്കകത്ത് തന്നെ നമുക്ക് 40% ഡിപ്രീസിയേഷൻ നമുക്ക് വരാവുന്ന കേസാണ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇവിടെ 50-40-40 എന്ന് പറയുമ്പോൾ സംശയം ഉണ്ടാവരുത്. ഇവിടെ 50% എന്ന് പറയുമ്പോൾ 50% ഓഫ് 15%. ഇത് നമുക്ക് 15% മോട്ടോർ കാറിൻ്റെ ഡിപ്രീസിയേഷൻ, അതിൻ്റെ 50% കിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ എഫക്റ്റീവ്ലി 7.5% ഡിപ്രീസിയേഷൻ നമുക്ക് ലഭിക്കത്തുള്ളൂ. വേറെ പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് 20,000 രൂപ. പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് പണം ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി കുഡ് ക്ലെയിം 80C. ശ്രദ്ധിക്കണം, 80C ഓൾറെഡി 1,08,000 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലസ് അതിൻ്റെ കൂടെ 24,000 കൂടെ പറഞ്ഞു. അപ്പോൾ 1,8 24 1,32 1,32 20 1,52. സോ ലിമിറ്റ് ടോട്ടൽ 1,52 ആയി 80C. said it should be restricted to 1,50,000. 1.5 ലക്ഷം രൂപയിൽ റെസ്ട്രിക്റ്റ് ചെയ്യണം. ദെൻ മോട്ടോർ കാർ മെയിൻ്റനൻസ് 20,000 രൂപ ബിസിനസ് എക്സ്പെൻഡിച്ചറാണ്. പ്രൊവൈഡഡ് മോട്ടോർ കാർ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചതെന്ന് പറയുകയാണെങ്കിൽ. ദെൻ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ വേറെ എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെന്ന് നോക്കാം. ഷി ഓക്യുപ്പൈസ് 50% ഓഫ് ദ ബിൽഡിംഗ് ഫോർ ഓൺ റെസിഡൻസ്. മൊത്തം ബിൽഡിങ്ങിൻ്റെ 50% സെൽഫ് ഓക്യുപ്പേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ആൻഡ് ലെറ്റ് ഔട്ട് ദി ബാലൻസ് ഫോർ റെസിഡൻഷ്യൽ യൂസ് അറ്റ് എ മന്ത്ലി റെൻറ്റ് ഓഫ് 5,000. സോ മാസ വാടക 5,000 ആണ്. ബിൽഡിംഗ് വാസ് കൺസ്ട്രക്റ്റഡ് ഡ്യൂറിങ് 97-98 വെൻ ഹൗസിംഗ് ലോൺ വാസ് ഒബ്റ്റെയിൻ. 97-98 എടുത്ത ലോണാണ്. അപ്പോൾ മാസ വാടക 5,000 ആണ്. സോ ആക്ച്വൽ റെൻറ്റ് റിസീവബിൾ എന്ന് പറയുമ്പോൾ 5,000 × 12 60,000 ആണ്. മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻറ്റ്, സ്റ്റാൻഡേർഡ് റെൻ്റ് ഒന്നും അവൈലബിൾ അല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തുക തന്നെയാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. മോട്ടോർ കാർ വാസ് പുട്ട് ടു യൂസ് ഫോർ ബോത്ത് ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ പർപ്പസ്. ഓക്കെ, 1/5 ഓഫ് ദ മോട്ടോർ കാർ
1/5 ഓഫ് ദ മോട്ടോർ കാർ ഈസ് ഫോർ പേഴ്സണൽ പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊഫഷണൽ യൂസിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ പർപ്പസ്. അപ്പോൾ എത്ര വരുന്നുണ്ട്? 4/5. ഇപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷനൊക്കെ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ 5/4 നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മോട്ടോർ കാർ എക്സ്പെൻസസ് ഒക്കെ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ 4/5 മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. 16,000 രൂപ എടുക്കാൻ പറ്റത്തുള്ളൂ, അലോ ചെയ്യത്തുള്ളൂ ഡിഡക്ഷനായിട്ട്. ദെൻ WDV ഓഫ് അസറ്റ് ആസ് ആണ് ഓപ്പണിംഗ് WDV ആണ് തന്നിരിക്കുന്നത്. യെസ്, ഓപ്പണിംഗ് WDV. ഫർണിച്ചർ ഫിറ്റിംഗ്സ് 60,000 ഉണ്ട്, പ്ലാന്റ് മെഷീനറി, എയർ കണ്ടീഷൻ, ഫോട്ടോകോപ്പി എല്ലാം 80,000 ഉണ്ട്, കമ്പ്യൂട്ടർ 50,000. On the base of the above information, you are required to give the following answer, assuming that she has shifted out of the default tax regime under 115 BAC. That means she opted old tax regime. Old tax regime opt ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം you need to compute the income. കമ്പ്യൂട്ട് ദി ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് നിങ്ങളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഹൗസ് പ്രോപ്പർട്ടി ഹെഡ്. ഹൗസ് പ്രോപ്പർട്ടി നിങ്ങൾക്കറിയാം, ഇവിടെ 2 ഹൗസ് പ്രോപ്പർട്ടി വരുന്നുണ്ട്. ഒന്ന് സെൽഫ് ഒക്യുപ്പൈഡും വരുന്നുണ്ട്, ഒന്ന് ലെറ്റ് ഔട്ട്. സെൽഫ് ഒക്യുപ്പൈഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആൻസർ? നെറ്റ് ആനുവൽ വാല്യൂ തന്നെ 0 ആണ്. നമുക്ക് അതിൽ നിന്ന് എന്ത് കുറയ്ക്കാം? ഇൻട്രസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇൻട്രസ്റ്റ് ക്വസ്റ്റിന് തന്നിട്ടുണ്ടോ? ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടോ? യെസ്, ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എത്രയുണ്ട്? 80,000 റുപ്പീസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സെൽഫ് ഒക്യുപ്പൈഡ് പോർഷൻ്റെ എടുക്കുമ്പോഴത്തേക്കും 50% സെൽഫ് ഒക്യുപ്പൈഡ് ആകുമ്പോഴത്തേക്കും 80,000-ൻ്റെ പാതി എത്ര വരുന്നുണ്ട്? 40,000. പിന്നെ ഹോം ലോൺ എടുത്തിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റിന് തന്നെ പറയുന്നുണ്ട് 97-98 കാലഘട്ടത്തിലാണ് ലോൺ എടുത്തിരിക്കുന്നതെന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം റെസ്ട്രിക്റ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി റെസ്ട്രിക്റ്റഡ് ടു 30,000, 30,000 രൂപ വരെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ കമ്പ്യൂട്ടേഷൻ കഴിഞ്ഞ് നമുക്ക് 30,000 രൂപ ലോസ്. ഇനി മറ്റത് 60,000 രൂപ ഗ്രോസ് ആനുവൽ വാല്യൂ. അതിൽ നിന്ന് നമുക്ക് മുനിസിപ്പൽ ടാക്സസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറയ്ക്കും. പക്ഷേ ക്വസ്റ്റ്യനിൽ മുനിസിപ്പൽ ടാക്സിനെ പറ്റി പറയുന്നില്ല. പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ആനുവൽ വാല്യൂ. നെറ്റ് ആനുവൽ വാല്യൂ 30% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷൻ 30%. അപ്പോൾ 60,000-ന് 30% എന്ന് പറയുമ്പോൾ 18,000 രൂപ കുറയും, ബാക്കി 42,000. 42,000-ൽ നിന്ന് നമുക്ക് ഈ വീടിൻ്റെ ഇൻട്രസ്റ്റ് 80,000-ൻ്റെ പാതി 40,000. ലോണ് 97 എടുത്താണ്, പക്ഷേ ലെറ്റ് ഔട്ട് പോർഷന് നമുക്ക് ആ 30,000 എന്ന് പറയുന്ന ലിമിറ്റ് ഇല്ല, 40,000 കുറയ്ക്കാം. സോ 42 40 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരുന്നു? 2,000 രൂപ നിങ്ങൾക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. ശരി, നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. 30,000 രൂപ നമുക്ക് ലോസ്. മറ്റത് കമ്പ്യൂട്ടേഷൻ 60,000 രൂപയാണ് നമുക്ക് ആനുവൽ വാല്യൂ. 18,000 രൂപ കുറച്ചു, 40,000 കുറച്ചു, ബാക്കി 2,000. ഇപ്പോൾ നെറ്റ് എഫക്റ്റ് നമുക്ക് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 28,000 രൂപ. എന്തായിരുന്നാലും ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും ഹൗസ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ്റെ വലിപ്പം കണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ നമ്മൾ സാവകാശം വായിച്ചു നോക്കുക. എന്നിട്ട് വലിയ ക്വസ്റ്റ്യൻ ഒറ്റ ക്വസ്റ്റ്യൻ ആയല്ലോ, പല പല ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ചില ഏരിയ അറിയില്ലെങ്കിൽ അറിയാമെന്നുള്ളത് നമുക്ക് അതിനകത്ത് ഉണ്ടാകും. അത് നമുക്ക് ഈസി ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള കമ്പ്യൂട്ടേഷനാണ് ഹൗസ് പ്രോപ്പർട്ടി, ഒരു ബുദ്ധിമുട്ടില്ല. ദെൻ അടുത്തത് കമ്പ്യൂട്ട് ടോട്ടൽ ഡിപ്രീസിയേഷൻ അലൗബിൾ ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓഫ് പ്രൊവിഷൻ ഫോർ എൻകിം. അപ്പോൾ നമുക്ക് ഇവിടെ 3 പ്രോപ്പർട്ടിയാണുള്ളത്: ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, പ്ലാന്റ് മെഷീനറി, കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ അതിൽ നമുക്ക് ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിൻ്റെ നമുക്ക് ബ്ലോക്ക് 60,000 ഉണ്ട്. നമുക്ക് ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് പുതുതായിട്ട് നമ്മൾ ഫർണിച്ചർ ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ റേറ്റ് വരുന്നത് നമുക്ക് 10% വരിക. പ്ലാന്റ് മെഷീനറി നമുക്ക് വരുന്നത് 15%. കമ്പ്യൂട്ടേഴ്സിന് നമുക്ക് 40% ഡിപ്രീസിയേഷനാണ്. അപ്പോൾ ഇവിടെ 3 ബ്ലോക്കാണ് നമുക്കുള്ളത്. 60,000 വരുന്ന ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് ബ്ലോക്കിലേക്ക് നമ്മൾ പുതുതായിട്ട് വേറെ അസറ്റ് ഒന്നും മേടിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 10% ഡിപ്രീസിയേഷൻ ഇട്ട് പോകും. അപ്പോൾ 6,000 രൂപ നമുക്കത് വരും. പിന്നീട് പ്ലാന്റ് ആൻഡ് മെഷീനറിയിലേക്ക് നമുക്ക് 15% ഡിപ്രീസിയേഷനാണ്. 15% ഡിപ്രീസിയേഷനിലേക്ക് നമ്മൾ ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ട്. ഏത്? മോട്ടോർ കാർ മേടിച്ചിട്ടുണ്ട്. മോട്ടോർ കാർ. അപ്പോൾ മോട്ടോർ കാർ നമ്മൾ മേടിച്ചിരിക്കുന്നത് 4,20,000. സോ ആഡ് അഡീഷൻസ് 4,25,000 എടുക്കണം. പക്ഷേ അതിന് നമുക്ക് പാതി ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ശരി, നമുക്ക് കമ്പ്യൂട്ടേഷനിലേക്ക് പോകാം. മോട്ടോർ കാർ കമ്പ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. മോട്ടോർ കാറിൻ്റെ 4,25,000 7.5%. ഞാൻ 7.5% എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു.
അപ്പോൾ അതിൻ്റെ 5ൽ 4 കിട്ടത്തുള്ളൂ, 4/5 നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആൻസർ പ്രസൻറ്റേഷൻ ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അസസ്ഡ് ആൻസറിൽ വന്നിരിക്കുന്നതാണ് എന്ന് വെച്ചാൽ ഇവർ ബ്ലോക്ക് വൈസ് അല്ല കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു വർഷം എത്ര ഡിപ്രീസിയേഷൻ കിട്ടുമെന്നേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്തിരിക്കുകയാണ്, ഡയറക്റ്റായിട്ട് തോന്നുമ്പടി ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല. നമ്മളിപ്പോൾ ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെ എന്ത് ചെയ്തു പോയാൽ മതി. ബ്ലോക്ക് വൈസ് ഓരോ ബ്ലോക്കായിട്ട് എടുത്തിട്ട് ഓപ്പണിംഗ് WDV, ആഡ് എഡിഷൻ, ലെസ് ഡിലീഷൻ അങ്ങനെ എഴുതി കൃത്യമായ ഫോർമാറ്റിൽ നിങ്ങൾക്ക് പോകാം. പിന്നെ ഇവിടെ ടോട്ടൽ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സമയം ലാഭിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതിയാലും മതി. പക്ഷേ ക്ലാസ്സിൽ നമ്മളിങ്ങനെ പഠിച്ചിട്ടില്ല, നമ്മൾ കറക്റ്റ് ഫോർമാറ്റിലാണ് പഠിച്ചിരിക്കുന്നത്, അങ്ങനെ ചെയ്താലും മതി. ശരി, മോട്ടോർ കാറിൻ്റെ 4.4 7.5% നമ്മൾ എടുക്കുക. അതിനുശേഷം അതിൻ്റെ 5ൽ 4 നമുക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. സോ 25,500. ബുക്സിന് 40% ഡിപ്രീസിയേഷൻ ഞാൻ പറഞ്ഞു, 8,000 രൂപ. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് ഓപ്പൺ WDV 60,000, 10% 6,000. പ്ലാന്റ് മെഷീനറി 15%, 80,000, 12,000. കമ്പ്യൂട്ടർ 40%, 50,000 രൂപയ്ക്കുള്ളത് ഓപ്പൺ WDV ഉണ്ട്, 20,000. പുതിയ കമ്പ്യൂട്ടർ നമ്മൾ മേടിച്ചിട്ടുണ്ട് 30,000 രൂപയ്ക്ക്. പക്ഷേ അതിന് 20% ഡിപ്രീസിയേഷൻ കിട്ടുള്ളൂ, കാരണം പുട്ട് യൂസ് ലെസ് ദാൻ 180 days. യെസ്, അപ്പോൾ ഇതും പുട്ട് യൂസ് ഫോർ ലെസ് ദാൻ 180 days. സോ അതുകൊണ്ട് 6,000. അങ്ങനെ ടോട്ടൽ ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടുന്നത് 77,500. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. നമുക്ക് ബ്ലോക്ക് വൈസ് നിങ്ങൾ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഓരോ ഡിപ്രീസിയേഷൻ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ അതിന് മോട്ടോർ കാറിന് വേണമെങ്കിൽ 4/5 ആക്കുക, ബാക്കി എല്ലാത്തിനും കമ്പ്യൂട്ട് ചെയ്ത് വരുന്ന ഡിപ്രീസിയേഷൻ എടുത്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ കുറച്ചുകൂടി ഈസി മെത്തേഡിൽ അവർ ആൻസർ ചെയ്ത് കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, 3ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Compute total allowable deduction under Chapter 6A of Income Tax Act for Ankita for assessment 25-26. ഇൻഫാക്ട് നമ്മളത് ഓൾറെഡി ക്വസ്റ്റ്യൻ പറഞ്ഞു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തൊക്കെ ഡിഡക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു. 80C 1.5 ലക്ഷം രൂപ ക്ലെയിം ചെയ്യുക. 80D ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, 80Dയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 80D നമുക്ക് 18,000 നമുക്ക് ക്ലെയിം ചെയ്യാം. സോ 80C 1.5 ലക്ഷം, 80D 18,000 രൂപ, 80TTA 10,000 രൂപ വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ 3 ഡിഡക്ഷനാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുക. ശരി, ആൻസറിലേക്ക് നമുക്ക് പോകാം. ദാ 1.5 ലക്ഷം, മെഡിക്കൽ ഇൻഷുറൻസ് 18,000, മറ്റത് 10,000, മൊത്തം 1,78,000 രൂപയുടെ ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. യെസ്, ഞാനിടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയി. 1, 2, ഞാൻ 4 പറഞ്ഞു. 3ാമത്തത് ഇങ്ങനെയായിരുന്നു. Compute total income chargeable under the head profits and gains from business or provision for assessment year 25-26. അത്യാവശ്യം വലിയൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ അങ്കിതയുടെ ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം അങ്കിതയുടെ റെസീപ്റ്റ് എല്ലാം എടുക്കുക. റെസീപ്റ്റ് എടുക്കുമ്പോൾ എന്തൊക്കെ എടുക്കാം? പ്രൊഫഷണൽ റെസീപ്റ്റ് എന്നുള്ള റെസീപ്റ്റ് 50 ലക്ഷം രൂപ. എന്തൊക്കെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാം? സാലറി 21 ലക്ഷം രൂപ കുറയ്ക്കാം. അതർ അഡ്മിനിസ്ട്രേറ്റീവ് 11.5 ലക്ഷം രൂപ കുറയ്ക്കാം. ഓഫീസ് റെൻറ്റ് പെയ്ഡ് 30,000 രൂപ കുറയ്ക്കാം. ഇത് കുറയ്ക്കാൻ പറ്റില്ല, ഇത് കുറയ്ക്കാൻ പറ്റത്തില്ല. മോട്ടോർ കാർ നമുക്ക് ഡിപ്രീസിയേഷൻ നമുക്ക് കുറയ്ക്കാം. മോട്ടോർ കാറിൻ്റെ ഡിപ്രീസിയേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ കുറയ്ക്കാം. ദെൻ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം കുറയ്ക്കാൻ പറ്റത്തില്ല. ബുക്സിൻ്റെ ഡിപ്രീസിയേഷൻ നമുക്ക് കുറയ്ക്കാം. കമ്പ്യൂട്ടറിൻ്റെ ഡിപ്രീസിയേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. ഇത്രയുമാണ് നമുക്ക് എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ പറ്റുക. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് കുറയ്ക്കാൻ പറ്റത്തില്ല. മോട്ടോർ കാർ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ പറ്റും, ഓൺലി അപ് ടു 4/5 നമുക്ക് കുറയ്ക്കാം. ഇത്രയും എക്സ്പെൻഡിച്ചർ നമുക്ക് കുറയ്ക്കാം. സോ ആൻസർ എങ്ങനെ വരും എന്ന് നോക്കാം. പ്രൊഫഷണൽ റെസീറ്റ് 50 ലക്ഷം, സ്റ്റാഫ് സാലറി, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ, ഓഫീസ് റെൻറ്റ്, മോട്ടോർ കാർ മെയിൻ്റനൻസ് നമ്മൾ ഓൾറെഡി അത് കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ കാർ ലോൺ. കാർ ലോണിന് ഇൻട്രസ്റ്റ് ഉണ്ട് ക്വസ്റ്റനിൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു പോയിൻ്റ് വിട്ടുപോകാൻ സാധ്യത ഉള്ളതാണ്. ഞാൻ പറഞ്ഞു, ഇപ്പം ഞാനും അത് പോയിൻ്റ് വിട്ടുപോയായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ മോട്ടോർ കാർ ലോൺ SBI ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. സോ കാർ ലോണിൻ്റെ ഇൻട്രസ്റ്റ് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. സോ യു മസ്റ്റ് ബി കെയർഫുൾ. 2,40,000 ആണ് നമുക്ക് മൊത്തം ലോണ്. 9% പലിശ. പക്ഷേ ലോൺ എടുത്തിരിക്കുന്ന 1/1/2005 സോ ഈ വർഷം തീരാൻ ഈ 3 മാസമേ ഉള്ളൂ. ഇൻറ്റു 3/12. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിൻ്റെ 4/5 നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 4/5 പറ്റത്തുള്ളൂ. യെസ്. ദെൻ ഡിപ്രീസിയേഷൻ നിങ്ങൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 77,500. ഇത് ഇത്രയും കുറച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. സോ ഈ ക്വസ്റ്റ്യനായി 5ാമത്തെ ക്വസ്റ്റ്യൻ.
Compute total income of Mrs. Ankita for assessment 25-26 as per income tax. Total income. ഇപ്പോൾ അങ്കിതയ്ക്ക് എന്തൊക്കെ ഇൻകം ഉണ്ട്? ഹൗസ് പ്രോപ്പർട്ടി ഇൻകം നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ബിസിനസ് ഇൻകം നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്കിതയ്ക്ക് വരാവുന്ന ഒരു ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് 12,500 രൂപ. അപ്പോൾ ടോട്ടൽ ഇൻകം എല്ലാം കൂടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്തുക. അതിൽ നിന്ന് നമ്മൾ ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ടോട്ടൽ ഇൻകം ഓഫ് അങ്കിത. ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് 28,000 ലോസ് ആണ്. ബിസിനസ് ഇൻകം 16,22,180 വരുന്നുണ്ട്. ഇൻകം ഫ്രം അതർ സോഴ്സ് 12,500 വരുന്നുണ്ട്. ഗ്രോസ് ടോട്ടൽ ഇൻകം 16,06,680. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹൗസ് പ്രോപ്പർട്ടി ലോസ് നമുക്ക് ബിസിനസ് ഇൻകത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഗ്രോസ് ചാപ്റ്റർ 6 ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ 14,28,680 ആണ് നമുക്ക് വരുന്ന ഡിഡക്ഷൻ. Question number 2. Mr. Sunil Joshi, age 63 years, a resident individual, gives the following particulars of his receipts for financial year 2024-25. കുറച്ച് വരവുകളുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എന്താണ് വരവുകൾ നമുക്ക് നോക്കുന്നതിന് മുമ്പ് എന്താണ് ക്വസ്റ്റൻ എന്ന് അറിയണമല്ലോ. കമ്പ്യൂട്ട് ശ്രീ സുനിൽസ് ടോട്ടൽ ഇൻകം ആൻഡ് ഇൻകം ടാക്സ് ലയബിലിറ്റി ഫോർ അസസ്മെൻറ്റ് 25-26 considering that he has opted the benefit of default tax regime. Okay. So opted default tax regime എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് ഏതാണ്? ന്യൂ ടാക്സ് റെജിമാണ്. ന്യൂ ടാക്സ് റെജിമിൻ്റെ പ്രത്യേകത അറിയാലോ, ഡിഡക്ഷൻസ് ഒന്നും കിട്ടത്തില്ല. ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് എക്സെപ്റ്റ് എ ഫ്യൂ. നമുക്ക് നോക്കാം. ഇൻസ്റ്റാൾമെൻറ്റ് received from bank under reverse mortgage arrangement, it is actually exempted under section 47. 47 പ്രകാരം അത് exempted ആണ്. It's not an income. Then interest on bank term deposit, ഇത് income from other source ആണ്, taxable ആണ്. Interest on savings bank, income from other source ആണ്, taxable ആണ്. Pension received from central government, salary ആണ് 6 ലക്ഷം. ഇതിൽ നിന്ന് 75,000 രൂപ കുറയ്ക്കാൻ വിട്ടുപോരുത്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഡൈനിങ് ടേബിൾ ചെയർസ് നോട്ട് ടാക്സബിൾ. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനിങ് ടേബിളും ചെയറെല്ലാം പേഴ്സണൽ എഫക്ട്സ് ആണ്. പേഴ്സണൽ എഫക്ട്സ് ഇറ്റ്സ് നോട്ട് എ ക്യാപിറ്റൽ അസറ്റ്. യെസ്. ദെൻ ഇൻകം ഫ്രം ഡയറി ഫാമിംഗ് ബിസിനസ് ഇൻകം PGBP. ഓക്കെ, നമുക്ക് ഇൻകം കമ്പ്യൂട്ടേഷനിലേക്ക് പോകാം. പെൻഷൻ ഫ്രം സെൻട്രൽ ഗവൺമെൻറ് 6 ലക്ഷം, 75,000 രൂപ കുറച്ചിട്ടുണ്ട്. 5,20,000. ഇൻകം ഫ്രം ബിസിനസ് 50,000. ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ വരത്തില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ഇൻസ്റ്റാൾമെൻറ്റ് എക്സംപ്റ്റഡ് ആണ്, നമ്മൾ കണ്ടു. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ടേം ഡെപ്പോസിറ്റ് 2 ലക്ഷം. ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് 45,000. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന് 10,000 രൂപ 80 TTA ഡിഡക്ഷൻ എടുത്ത് കളയരുത്. ന്യൂ ടാക്സ് റെജിമാണ്. ന്യൂ ടാക്സ് റെജിം ആണെങ്കിൽ 80 TTA ഡിഡക്ഷൻ കിട്ടത്തില്ല. സോ ടോട്ടൽ ഇൻകം ഫ്രം അതർ സോഴ്സ് 2,40,000. ഗ്രോസ് ടോട്ടലിംഗ് 8,20,000. ഓക്കെ. ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? യെസ്. ടോട്ടൽ ടാക്സ് ലയബിലിറ്റി 63 വയസ്സുള്ള ആളാണ് സുനിൽ ജോഷി. ന്യൂ ടാക്സ് റെജിം ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സീനിയർ സിറ്റിസന് പ്രത്യേക സ്ലാബൊന്നുമില്ല, എല്ലാം സെയിം സ്ലാബാണ്. സോ ആദ്യത്തെ 3 ലക്ഷം രൂപയ്ക്ക് അപ് ടു 3 lakh rupees നിൽ. ഇൻകം 8,20,000 ആണ്. ദെൻ 3 മുതൽ 7 വരെയുള്ള 4 ലക്ഷം രൂപയ്ക്ക് 5% വരിക. അപ്പോൾ 4 ലക്ഷത്തിന് 5% 20,000 രൂപ. പിന്നെ ബാക്കി വരുന്ന 1,20,000 രൂപയ്ക്ക് 10% വരിക, 12,000. അപ്പോൾ മൊത്തം 32,000 രൂപയാണ്. ദെൻ പിന്നീട് നമുക്ക് 7 ലക്ഷം രൂപയ്ക്ക് താഴെ 7 ലക്ഷം രൂപ വരെ ആയിരുന്നെങ്കിൽ നമുക്ക് റിബേറ്റ് ഉണ്ടായിരുന്നു 87A. ഇതിപ്പോൾ അത് ലഭിക്കില്ല. സോ മൊത്തം 32,000 ടാക്സ് ലയബിലിറ്റി അതേപടി നിൽക്കും. 4% സെസ് കൂടി ചേരുമ്പോൾ 33,280 രൂപയാണ് നമുക്ക് ടാക്സ് ലയബിലിറ്റി വരുന്നത്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. Then 2B പോയാൽ മിസ്റ്റർ രമേശ് furnishes the following details for the year ended 31/3/2025. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് 3,80,000. ലോസ് ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ് 1,50,000. ലോസ് ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ് ആണെങ്കിൽ സ്പെക്കുലേറ്റീവ് ഇൻകവുമായി മാത്രമേ അഡ്ജസ്റ്റ് ആകത്തുള്ളൂ, വേറെ ഒരു ഇൻകവുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്പെക്കുലേറ്റീവ് ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ യു കുഡ് ക്യാരി ഫോർവേഡ് ദാറ്റ് ഫോർ 4 years.
ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ലാൻഡ് 60,000 ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഓൺ സെയിൽ ഓഫ് ഷെയർ STT നോട്ട് പെയ്ഡ് 3 ലക്ഷം. യെസ്, അപ്പോൾ ഷെയർ വിറ്റ് നമുക്ക് ലോസ് ഉണ്ടായി. ഈ ലോസ് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ 3 ലക്ഷം രൂപ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. 60,000 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇത് നില്ലാവും. ബാക്കി ഇത് 2,40,000 ആയി മാറും. ദെൻ ഇൻകം ഫ്രം ബിസിനസ് ഓഫ് ടെക്സ്റ്റൈൽ ആഫ്റ്റർ അലോവിങ് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ 1 ലക്ഷം ഉണ്ട്. ഇൻകം ഫ്രം സാലറി 2 ലക്ഷം ഉണ്ട്. യെസ്. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 80,000. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 80,000 ഉണ്ട്. ഈ 80,000 നിങ്ങൾക്ക് എവിടെ അഡ്ജസ്റ്റ് ചെയ്യാം? നിങ്ങൾക്ക് സാലറിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. 80,000 നിങ്ങൾക്ക് യെസ് യു കുഡ് അഡ്ജസ്റ്റ് അഗെയിൻസ്റ്റ് സാലറി അല്ലേ? ഈ 2 ലക്ഷത്തിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ അങ്ങനെ വരുമ്പോൾ ഇതെന്തായി മാറും? 1,20,000 ആയിട്ട് മാറും. ലോസ് ഇവിടെ 0 ആവും. ലോസ് ഓഫ് ഷെയർ ഓഫ് ലോസ് ഫ്രം ഫേം, ഇത് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. നോ സെറ്റ് ഓഫ് പറ്റില്ല. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സെറ്റ് ഓഫ് നമുക്ക് കഴിയില്ല. അതിൻ്റെ കാരണം ഇതൊരു എക്സംപ്റ്റഡ് ഇൻകമാണ്. ഇത് ഇൻകം ഉണ്ടായിരുന്നെങ്കിൽ അത് എക്സംപ്റ്റഡ് ആകുമായിരുന്നു. അപ്പോൾ ലോസ് വന്നാൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ പഠിക്കുന്നതാണ്. ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് പഠിക്കുന്ന സമയത്ത്, ഇൻട്ര സോഴ്സ് സെറ്റ് ഓഫ് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഒരു സോഴ്സിൽ നിന്നുള്ള ഇൻകം എക്സംപ്റ്റഡ് ആണെങ്കിൽ അതേ സോഴ്സിൽ നിന്നുള്ള ലോസ് സെറ്റ് ഓഫിന് എലിജിബിൾ അല്ല. സോ അതുകൊണ്ടാണ് നോട്ട് എലിജിബിൾ ഫോർ സെറ്റ് ഓഫ് പറയുന്നത്. Following are the information relating to carry forward. Brought forward loss from business or textile 1,20,000. This being the 8th year from the year of loss. 1,20,000 രൂപ നിങ്ങൾക്ക് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഈ ലോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ 1 ലക്ഷത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സോ അത് എന്തായി മാറും? ഇവിടെ ഇനിയിപ്പോൾ ബാക്കി എത്രയുണ്ട്? 20,000 രൂപയുണ്ട്. ഈ 20,000 രൂപ ലാപ്സ് ആയിപ്പോകും. ഇനി നിങ്ങൾക്കത് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദെൻ കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം മിസ്റ്റർ രമേശ് ഇഫ് ഹി ഹാസ് എക്സസൈസ്ഡ് ദി ഓപ്ഷൻ ഓഫ് ഷിഫ്റ്റിംഗ് ഔട്ട് ഓഫ് ദി ഡിഫോൾട്ട് ടാക്സ് റെജിം. അപ്പോൾ അതിനർത്ഥം ഓൾഡ് ടാക്സ് റെജിം. 5 മാർക്കിൻ്റെ അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ആൻസറിലേക്ക് പോവാം. ഇതാ 2 ലക്ഷം സാലറി, 80,000 നമ്മൾ പറഞ്ഞതുപോലെ ഒരു സെറ്റ് ഓഫ് ചെയ്ത് 1,20,000 രൂപ. ടെക്സ്റ്റൈൽ ബിസിനസ് 1 ലക്ഷം രൂപ ഇൻകം. ആ 1,20,000 1 ലക്ഷം രൂപ എന്തായി? അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇൻകം നില്ലായി. ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 380 ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 2,40,000 ബാക്കി ക്യാരി ഫോർവേഡ് ചെയ്യും. ടു ബി ക്യാരി ഫോർവേഡ്. അടുത്ത 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇത്രയുമാണ് ഇൻകം വരുന്നത്. സോ 5 ലക്ഷമാണ് നിങ്ങൾക്ക് ലോസ് എന്തൊക്കെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൻ്റെ 1.5 ലക്ഷം രൂപ അടുത്ത 4 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് അടുത്ത 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. പിന്നെ ഇത് ലാപ്സ് ആയി പോകും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ രണ്ട് ലോസ് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഫയൽ യുവർ റിട്ടേൺ ഓൺ ടൈം. ഡ്യൂ ഡേറ്റിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ 39(1) പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്താൽ യു കുഡ് ക്യാരി ഫോർവേഡ് ദോസ് ലോസസ്. സോ ക്വസ്റ്റ്യൻ നമ്പർ എ നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ ബി നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ സി. സഞ്ജയ് ഓൺസ് എ ഹൗസ് പ്രോപ്പർട്ടി ഹൂസ് മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻറ്റ്, സ്റ്റാൻഡേർഡ് റെൻറ്റ് 3 തന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ്. 96,000, 1,20,000, 1,08,000 ഇത്രയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റഡ് റെൻറ്റ് കണ്ടുപിടിക്കാമല്ലോ. മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻറ്റ് വിച്ച് ഈസ് ഹയർ. അപ്പോൾ 96,000 1,20,000 വിത്ത് ഹയർ എത്ര വരും? 1,26,000 and 1,08,000 standard rent whichever is lower. So expected rent is 1,08,000. 1,08,000. Okay. Then, during the financial year 2024-25, 1/3 of the portion of the house property was let out for residential purpose at a monthly rent of 5,000. Okay. Remaining 2/3 portion was self-occupied by him. Municipal tax 11% of municipal value was paid during the year. സിമ്പിൾ. ARR 5,000 ആണ്. സോ ARR നമുക്ക് എത്ര വരുന്നുണ്ട്? 5,000 × 12 എത്ര വരുന്നുണ്ട്? 60,000 രൂപ വരുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ഓഫ് ദി ഹൗസ് ബിഗാൻ ഇൻ ജൂൺ 2009 എന്ന് പറയുമ്പോഴത്തേക്കും ഫിനാൻഷ്യൽ ഇയർ 2019-20 കൺസ്ട്രക്ഷൻ ആരംഭിച്ചു. ആൻഡ് വാസ് കംപ്ലീറ്റ് അറൗണ്ട് 35. കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ ഏതാണ്? 22-23. അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഏതുവരെയാണ്? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഏതുവരെയാണ്? ജൂൺ 2019 മുതൽ
മാർച്ച് 2022 വരെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡാണ്. ദെൻ Vikas took a loan of 1 lakh in 1/7/2019 for construction of the building. He paid interest on loan 12% per annum and every month such interest was paid, assuming the whole principal amount outstanding to. ഇതുവരെ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് അടച്ചിട്ടില്ല, ഇൻട്രസ്റ്റ് എമൗണ്ട് അത് അവിടെ തന്നെ ബാക്കിയുണ്ട്. എത്രയോ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടേഷനെ പറ്റിയിട്ട് അല്ലേ. യെസ്. കമ്പ്യൂട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓഫ് സഞ്ജയ് for assessment year 25-26 if he has exercised the option of shifting out of the default tax. ഇത് ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇയാൾ ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ചൂസ് ദി ഓപ്ഷൻ ഓഫ് ഷിഫ്റ്റിംഗ് ഔട്ട് ഓഫ് ദി ഡീഫോൾട്ട് ടാക്സ് റെജിം എന്ന് പറയുമ്പോൾ ഓൾഡ് ടാക്സ് റെജിമാണ് പുള്ളി ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഓൾഡ് ടാക്സ് റെജിം ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. യെസ്. പക്ഷെ ഇവിടെ നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് വിഷയം. യെസ്, 2 സി. അടുത്ത സെൽഫ് ഒക്യുപ്പൈഡ് ആകുമ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ എന്തായിരിക്കും വരിക, നിൽ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് നമ്മൾ ആദ്യം ഇൻട്രസ്റ്റിൻ്റെ കമ്പ്യൂട്ടേഷൻ നമുക്ക് നോക്കാം. ദെൻ ഇൻട്രസ്റ്റ് ഫോർ ദ കറണ്ട് ഇയർ ഇൻട്രസ്റ്റ് 1/4/2024 മുതൽ 31/3/2025 വരെ എത്ര വരുന്നുണ്ട്, 12,000. 12% 1,00,000. ഇതുവരെ ഒരു രൂപയിലും തിരിച്ചടച്ചിട്ടില്ല പ്രിൻസിപ്പലിലേക്ക്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് 12% of 1 lakh for 33 months. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 1/7/2019 മുതൽ 31/3/2024 അല്ലേ, ജൂൺ 2019 മുതൽ. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്, കാരണം ജൂൺ 2019 ലോൺ എടുത്തതെന്ന് പറയുന്നത് അല്ലേ. അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉണ്ട്. പിന്നെ ക്വസ്റ്റ്യനിൽ ഓക്കെ ഞാൻ ഈ ജൂൺ 2019 എവിടെ നിന്ന് എനിക്ക് കിട്ടി, കൺസ്ട്രക്ഷൻ ബിഗാൻ ഇൻ ജൂൺ 2019, അതാണ് ഞാൻ ജൂൺ എന്നെടുത്തത്. അപ്പോൾ ലോൺ എടുത്ത ഡേറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് 1/7/2019. സോ ശ്രദ്ധിക്കുക, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ലോൺ എടുത്തത് മുതൽ തന്നെയാണ് നോക്കുക. ലോൺ എടുത്തത് മുതൽ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ തൊട്ട് മുന്നത്തെ ഫൈനാൻഷ്യൽ ഇയറിലെ ലാസ്റ്റ് ഡേറ്റ് വരെ. ഒന്നുകൂടി, കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയ ഫൈനാൻഷ്യൽ ഇയർ. ഇവിടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയ ഫൈനാൻഷ്യൽ ഇയർ ഏതാ, 2022-23 അല്ലേ, 2022-23 അല്ലേ. അതിന് മുന്നത്തെ ഫൈനാൻഷ്യൽ ഇയർ ഏതാണ് വരിക, 2021-22. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31 മാർച്ച് 2022 അതുവരെയാണ്. സോ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് വരെ. യെസ്. സോ അങ്ങനെ വരുമ്പോൾ 33,000 രൂപ വരുന്നുണ്ട്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ടു ബി അലൗഡ് ഇൻ 5 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പം വർഷം 6,600 വെച്ച് ക്ലെയിം ചെയ്യാം. അപ്പോൾ കറണ്ട് ഇയറിൽ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാം, 12,000 രൂപ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ ഒരു 6,600 കൂടെ ക്ലെയിം ചെയ്യുമ്പോഴത്തേക്കും 18,600 രൂപയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക. അതിൻ്റെ 2/3 നമ്മൾ ഏതിലേക്ക് പോകണം, സെൽഫ് ഒക്യുപ്പൈഡിലേക്ക് പോകണം. അപ്പോൾ 18,600ൻ്റെ 2/3 നമ്മൾ അങ്ങോട്ട് മാറ്റേണ്ടി വരും. യെസ്, 2/3 ഇതാ 18,600ൻ്റെ 2/3 എത്ര വരുന്നുണ്ട്, 12,400 രൂപ. സോ 12,400 രൂപ നമുക്ക് ലോസ് ആണ്. ഇനി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ മുനിസിപ്പൽ വാല്യൂ, ഫെയർ ആൻഡ് സ്റ്റാൻഡേർഡ് ആൻഡ് വിച്ച് നമ്മളിതെല്ലാം കണ്ട് 1,08,000 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. 1,08,000 ആണ് നമ്മുടെ എക്സ്പെക്റ്റഡ് റെൻ്റ്, അത് മൊത്തം പ്രോപ്പർട്ടിയുടേതാണ്. അപ്പോൾ അതിൻ്റെ 1/3 നമ്മൾ ഏതിലേക്ക് മാറ്റണം, 1/3 36,000 വരും. 36,000 രൂപ എക്സ്പെക്റ്റഡ് റെൻറ്റ്. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ 1,08,000 കിട്ടിയില്ല, അതിൻ്റെ 1/3 ആണ് ലെറ്റ് ഔട്ട്. സോ 36,000. നിങ്ങളുടെ ആക്ച്വൽ റെൻറ്റ് 60,000 രൂപ വരുന്നുണ്ട്. സോ ഗ്രോസ് ആനുവൽ വാല്യൂ ഡെഫിനറ്റ്ലി 60,000 രൂപയാണ് വരിക. മുനിസിപ്പൽ ടാക്സ് 11% മുനിസിപ്പൽ വാല്യൂ. മുനിസിപ്പൽ വാല്യൂ വന്നിട്ട് 96,000 ആണ്. അപ്പോൾ 96,000ൻ്റെ 11% 10,560 വരും. 96,000ൻ്റെ 11% എന്ന് പറയുമ്പോഴത്തേക്കും 10,560. അതിൻ്റെ 1/3 എടുക്കുക. അതിൻ്റെ 1/3 ഡിവൈഡ് ബൈ 3, 3,520. യെസ്, 3,520. സോ അങ്ങനെ വരുമ്പോൾ 56,480 നിങ്ങളെ സംബന്ധിച്ച് നെറ്റ് ആനുവൽ വാല്യൂ. അതിൻ്റെ 30% കുറയ്ക്കുക, 16,944. ദെൻ 6,200 രൂപ എന്ന് വെച്ചാൽ 18,600ൻ്റെ 1/3, 18,600ൻ്റെ 1/3. യെസ്, 6,200. സോ
സോ ആൻസർ വരുമ്പോൾ 33,336. ടോട്ടൽ ഇൻകം 20,936. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഇൻകം സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ലോസ് ആണ്. സോ പരസ്പരം എന്താവുന്നു? സെറ്റ് ഓഫ് ആവുന്നു. Okay, question number 3. Particulars given below are of Mr. Ramaswamy's income. Age 57 വയസ്സായി. Posted in J.K. Swami Private Limited in Hyderabad for previous year 2024-25. 57 വയസ്സുള്ള ആളാണ്. സാലറി ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ബേസിക് പേ 30,000 പെർ മന്ത് ടിൽ ജാനുവരി വരെ 35,000. 30,000 പെർ മന്ത് ജാനുവരി വരെ, 35,000 ഫെബ്രുവരി മുതൽ 35,000. സോ ബേസിക് സാലറി നമുക്ക് 30,000 ഇൻറ്റു 10, 3 ലക്ഷം. 35,000 ഇൻറ്റു 2, സോ 3,70,000 രൂപ ബേസിക് സാലറി. ഡിയർനെസ് അലവൻസ് 30% ബേസിക് സാലറി, 50% ഡി എ ഫോമിംഗ് പാർട്ട്. യെസ്, സോ 3,70,000-ൻ്റെ 30%. 3,70,000 അല്ലേ പറഞ്ഞു? 3,70,000-ൻ്റെ 30%, 1,11,000. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ് പ്രോവിഡൻറ്റ് ഫണ്ട് 72,000 രൂപ. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു പ്രോവിഡൻറ്റ് ഫണ്ട് ആകുമ്പോൾ 80C കിട്ടും. ആൻഡ് ഈസ് എംപ്ലോയർ മാച്ചസ് ദി സെയിം കോൺട്രിബ്യൂഷൻ. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ റെക്കഗ്നൈസ്ഡ് PF ആണ്. അപ്പോൾ അപ് ടു 12%. ഇപ്പോൾ ബേസിക് സാലറി 3,70,000. DA ഫോമിംഗ് പാർട്ട് 1,11,000 55,500. 50% ഫോമിംഗ് പാർട്ട് ഓഫ് DA എന്നല്ലേ പറഞ്ഞു? യെസ്, സോ 4,25,500. ഇതിൻ്റെ 12% എടുക്കുക, 51,060. എംപ്ലോയർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തെന്നാണ് പറഞ്ഞത്? 72,000 അല്ലേ? സോ 72,000 മൈനസ് 51,060, 20,940. 20,940 ടാക്സബിൾ. ലീവ് എൻകാഷ്മെൻറ്റ് റിസീവ്ഡ് 15,000 കിട്ടിയിട്ടുണ്ട്. ലീവ് എൻകാഷ്മെൻറ്റ് നമുക്ക് റിട്ടയർ ചെയ്തിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിന് എക്സംഷൻ ഉണ്ട്. അതർവൈസ് ദാറ്റ് ഈസ് ടാക്സബിൾ, ഫുള്ളി ടാക്സബിൾ. റിട്ടയർ ചെയ്തു എന്ന് പറയുന്നില്ലല്ലോ. യെസ്, ടാക്സബിൾ. He also received salary for the month of April 2025 in advance, fully taxable without dearness allowance, 31st March. Also, he received arrear salary for the month of March 24 on the same day, assuming it is taxed on due basis. Okay, so ഡ്യൂ ബേസിൽ അത് ടാക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അരിയർ കിട്ടുമ്പോൾ വീണ്ടും ടാക്സബിൾ അല്ല. പക്ഷേ അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. അപ്പോൾ ഏപ്രിൽ മാസത്തെ സാലറി എന്ന് പറയുമ്പോൾ 35,000 അല്ലേ വരിക? 35,000 അഡ്വാൻസ് ടാക്സബിൾ. Employer also spent 74,000 on a refresher course for upgrading Mr. Ramaswamy's skills, not taxable. Motor car owned by and driven by Mr. Ramaswamy and engine capacity within 1.6 liter, used partly for official and partly for personal purpose. Running and maintenance expense borne by employer during the year was 46,600. Okay. അപ്പോൾ 46,600 മൈനസ് 1,800 ഇൻറ്റു 12, 21,600. കമ്പ്യൂട്ട് ടാക്സബിൾ സാലറി. ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻസർ നോക്കാം. ബേസിക് പേ 3,70,000. DA 1,11,000 നമ്മൾ കണ്ടു, 20,940. ലീവ് എൻകാഷ്മെൻറ്റ് ഫുള്ളി ടാക്സബിൾ 15,000. അഡ്വാൻസ് സാലറി 35,000 നമ്മൾ പറഞ്ഞു. അരിയർ സാലറി ടാക്സബിൾ അല്ല എന്ന് പറഞ്ഞു, കറക്റ്റാണ്. റിഫ്രഷർ നില്ലാണ്. മോട്ടോർ കാർ ഫെസിലിറ്റി എടുത്തിരിക്കുന്നുണ്ടോ? 25,000. ഇതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ 46,600 മൈനസ് 21,600, അങ്ങനെയാണ് 25,000 വന്നത്. എങ്ങനെയാണ്, എവിടെ നിന്നാണ് 21,600 വേണം? 1,800. എംപ്ലോയിയുടെ കാറ് എംപ്ലോയി യൂസ് ചെയ്യുന്നു, പക്ഷേ അതിന് പെട്രോൾ അടിച്ചു കൊടുക്കുന്ന ആരാണ്? എംപ്ലോയറാണ്. എന്നിട്ട് ആ കാർ പാർട്ട്ലി യൂസ് ഫോർ ഒഫീഷ്യൽ, പാർട്ട്ലി യൂസ് ഫോർ പേഴ്സണൽ. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ എംപ്ലോയർ ചിലവാക്കിയ പണം എടുക്കുക 46,600. അതിൽ നിന്ന് കാറിൻ്റെ കപ്പാസിറ്റി നോക്കുക. 1.6 ലിറ്ററിനകത്താണെന്നുണ്ടെങ്കിൽ 1,800 വെച്ചെടുക്കുക. അതിന് മേളിലാണെങ്കിൽ 2,400 വെച്ചെടുക്കുക. ഇവിടെ നമ്മൾ 1,800 വെച്ചാണ് എടുത്തത്. ഞാൻ നേരത്തെ എഴുതി കാണിച്ചില്ലേ? യെസ്, സോ അങ്ങനെയാണ് വരിക. സോ ഗ്രോസ് സാലറി സ്റ്റാൻഡേർഡ് റഷൻ, ഇവിടെ ഓൾഡ് ടാക്സ് റെജിമാണ്. അങ്ങനെ വരുമ്പോൾ 50,000. സോ ടാക്സബിൾ സാലറി ഈസ് 5,26,940. യെസ്.
So that is question number 3. Question number 3 A. Then B. Prakash, age 41 years, 41 വയസ്സ്, who is a resident in India, is a person with a disability. അപ്പോൾ പ്രകാശിന് ഡിസബിലിറ്റി ഉണ്ട്. ഇറ്റ്സ് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ബിലോ 80%. ഡിസബിലിറ്റി ബിലോ 80%. He provides the following particulars of his income for the year ended 31/3/2025. ഓക്കെ, ഡിസബിലിറ്റി ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 80 U ഡിഡക്ഷൻ കിട്ടും. എത്ര വരെ ക്ലെയിം ചെയ്യാം? 75,000. സി 80% മേളിലാണെങ്കിൽ അത് 1,25,000 വരെ പോയേനെ. പക്ഷേ ഇവിടെ ഇതിപ്പോൾ 75 വരെ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി ഫുള്ളി ടാക്സബിൾ ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി ഗ്രോസ് തന്നെയാണ് തന്നിരിക്കുന്നത്. ഇൻകം ഫ്രം അതർ സോഴ്സ് ഫുള്ളി ടാക്സബിൾ. ഓണറേറിയം ഫ്രം സ്കൂൾ ഓഫ് ഓർഫനേജ് ഗിവിംഗ് പാർട്ട് ടൈം സർവീസ് ഇൻകം ഫ്രം അതർ സോഴ്സ്. സോ ഇതെല്ലാം തന്നെ എന്ത് തന്നെയാണ്? ടാക്സബിൾ. He donated 20,000 to the school for orphanage which is approved as a charitable institution and contributed 2,000 to Prime Minister National Relief Fund. ഇത് രണ്ടും 80G വരെ ക്ലെയിം ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൽ പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ 100% റിഡക്ഷൻ കിട്ടും. കാറ്റഗറി 1 ആണ് വരിക. ദെൻ രണ്ടാമത് ഡൊണേഷൻ ടു ചാരിറ്റബിൾ, അപ്രൂവ്ഡ് ചാരിറ്റബിൾ കണ്ടോ, അപ്രൂവ്ഡ് ചാരിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ 50% സബ്ജക്റ്റ് ടു ലിമിറ്റ്. കാറ്റഗറി 4 ആണ് വരിക. കാറ്റഗറി 4. Then he has deposited 20,000 in public provident fund account on 31/3/2025. So that is 80C. 80C. He has also paid 3,000 by credit card as premium mediclaim policy of a dependent son. 80D. Then his father is also a person with a disability below 65% and is dependent on him for medical treatment and rehabilitation. Spend 80,000. Okay, ഇത് ഇയാൾക്ക് 80DD deduction claim ചെയ്യാം. 75,000 rupees വരെ flat deduction claim ചെയ്യാം. Then compute total income of Prakash assuming that he has not opted. സ്വാഭാവികമായിട്ട് ഇത്രയും ഡിഡക്ഷൻ കിടക്കുമ്പോൾ അങ്ങനെയല്ലേ ചോദിക്കാൻ പറ്റും. നോട്ട് ഡിഡക്റ്റഡ് ഡീഫോൾട്ട് ടാക്സ് റെജിം. ദാറ്റ് മീൻസ് ഹി ഓപ്റ്റഡ് ഓൾഡ് ടാക്സ് റെജിം. കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇയാൾക്ക് ഇൻകം ഫ്രം അതർ സോഴ്സ് മാത്രമേ നിലവിൽ ഉള്ളൂ. നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം വന്നിട്ട് 2,74,000 rupees വരുന്നുണ്ട്. ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാം. 80C പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് 20,000, മെഡിക്ലെയിം 3,000, 80DD ഡിപ്പെൻഡൻറ്റ് ഫാദറിൻ്റെ 75,000, 80U അയാളുടെ 75,000. 80G ഡൊണേഷൻ എങ്ങനെ ക്ലെയിം ചെയ്യാൻ നോക്കാം. പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ട് 100% 2,000 നമ്മൾ പറഞ്ഞു. ആ 2,000 രൂപ നമുക്ക് ക്ലെയിം ചെയ്യാം. കാറ്റഗറി 4 ആണെങ്കിൽ നമുക്ക് എത്രയാണ്? സബ്ജക്റ്റ് ലിമിറ്റ് അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനകത്ത് നമ്മൾ അഡ്ജസ്റ്റഡ് ടോട്ടലിംഗ് കണ്ടുപിടിക്കണം. അഡ്ജസ്റ്റ് ടോട്ടലിംഗ് എങ്ങനെ കണ്ടുപിടിക്കും? 2,74,000 80G ഒഴികെയുള്ള ബാക്കിയെല്ലാം കുറയ്ക്കുക. അതായത് 2,74,000 നിന്ന് 20, 23, 1.5, 20, 23, 1.5, അപ്പോൾ 1,73,000. അല്ലേ? 2,74,000 മൈനസ് 1,73,000, 1,01,000. ഇതാണ് അഡ്ജസ്റ്റ് ടോട്ടൽ ഇൻകം. 10% അഡ്ജസ്റ്റ് ടോട്ടൽ ഇൻകം. 10% ഓഫ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. എൻ്റെ 10% എടുക്കാം. 10,100. ഈ 10,100ൻ്റെ 50%. 10,100ൻ്റെ 50%. 5,050. ഒന്നുകിൽ 5,050 അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഡൊണേഷൻ്റെ 50%. നമ്മൾ എത്ര ഡൊണേഷൻ കൊടുത്തു എന്നാണ് ക്വസ്റ്റനിലുള്ളത്? 20,000. 20,000 50% 10,000 രൂപ ഡൊണേഷൻ കൊടുത്തായിട്ടാണ്. യെസ്. സോ 20,000ൻ്റെ 50% എത്ര വരുന്നുണ്ട്? 10,000. സോ ഇതിൽ നിങ്ങൾക്ക് വിച്ച് എവർ ഈസ് ലോവർ ആയി ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. 5,050. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5,050 എഴുതിയിരിക്കുന്നത് മാറിപ്പോയി.
പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ട് 2000, മറ്റേ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G അത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെ കിട്ടി എന്നുള്ളത് ഇവിടെ കാണിക്കണമായിരുന്നു. 5050 അതായത് യെസ് 1,80,050. സോ ആൻസർ ഈസ് 93,950. ഇതാണ് ആൻസർ വരിക. 3 C. ഇതാ നോക്കിയേ. Manish purchased 1,000 listed equity shares of 10 each at rupees 100 per share from a broker on 4th May 2016. Okay. 2016-17. ആയിരം ഷെയർ മേടിച്ചിരിക്കുകയാണ്. 100 പെർ ഷെയർ വെച്ചാണ് മേടിച്ചിരിക്കുന്നത്. സോ 1000 × 100 1,00,000 രൂപയ്ക്കാണ് ഇവർ മേടിച്ചിരിക്കുന്നത്. ഹി പെയ്ഡ് 3,000 ആസ് ബ്രോക്കറേജ്. ഓക്കെ. സോ ഒരു 3,000 കൂടി വന്നു. അപ്പോൾ കോസ്റ്റ് 1,03,000 ആയി. കോസ്റ്റ് 1,03,000 ആയി. ലിസ്റ്റഡ് ഷെയർ ആണ് കേട്ടോ. Then on 15th March 2024 he was given a bonus share by the company on the basis of 1 share for every 2 share held. സോ മൊത്തം 1000 ഷെയർ ആണുള്ളത്. അപ്പോൾ 2 ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് 1 ഷെയർ കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബോണസ് 500 ഷെയർ കിട്ടി. കോസ്റ്റ് നിൽ. ബോണസ് ഷെയറിൻ്റെ കോസ്റ്റ് നിൽ. Then on the same date he was also given a right to acquire 1,000 right share at 90. So right shares 1000 × 90 90,000. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഏത് വർഷമാണ്? മാർച്ച് 2024. സോ ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് 2023-24 വർഷത്തിലാണ്. 2023-24. Then he acquired 50% of the right share offered and sold balance 50% of the right entitlement for a sum of 67,500. എന്നാൽ ഇവൻ 1000 ഷെയർ ഇവന് കൊടുത്തെങ്കിൽ അതിൽ പാതി ഷെയറേ മേടിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ പറഞ്ഞ ഇതിനകത്ത് ചാടിക്കറി കമ്പ്യൂട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ മൊത്തം വായിക്കണമായിരുന്നു. അപ്പോൾ 1000 ഷെയർ അല്ല, 500 ഷെയറേ മേടിച്ചിട്ടുള്ളൂ. 90 45,000. ബാക്കി 50 ഷെയർ അവൻ വിറ്റിരിക്കുകയാണ്. സോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ റൈറ്റ് വിറ്റ് കിട്ടി 67,500 രൂപ. ദെൻ ഓൺ 7th April 2024 പറയുമ്പോൾ ഫിനാൻഷ്യലി 24-25, പ്രീവിയസ് 24-25, ഹസ്ബൻഡ് 25-26. റൈറ്റ് ഷെയർസ് വെർ അലോട്ടഡ് ടു ഹിം ഓൺ 30th April. All shares held by him were sold on 24 September 2024 for 280 per share through a recognized stock exchange. സോ നമ്മളിവിടെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യണം. നമ്മളിവിടെ compute the total income Manish for assuming fair market value as on 31st January 2018 for the above share is 150 per share. സോ അവിടെ മറ്റേ ഗ്രാൻഡ് ഫാദറിങ് റൂൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. 31st March 2018 മുന്നെയാണ് നമ്മൾ ആദ്യത്തെ ഈ 1000 ഷെയർ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കോസ്റ്റ് നമ്മൾ എങ്ങനെ എടുക്കും? 2018 മുന്നേ മേടിച്ച ഷെയറിൻ്റെ കോസ്റ്റ് നമ്മൾ എങ്ങനെ എടുക്കും? കോസ്റ്റ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ യഥാർത്ഥ കോസ്റ്റ് അല്ലെങ്കിൽ 2018 മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മുടെ യഥാർത്ഥ കോസ്റ്റ് എന്ന് പറയുന്നത് 100 ആയിരുന്നു. 100 അല്ലെങ്കിൽ 150 വിച്ച് എവർ ഈസ് ഹയർ എടുക്കുക. അപ്പോൾ എത്ര വരുന്നുണ്ട്? 150. ഇനി ആ 150 നമ്മൾ വിറ്റ വില വിച്ച് എവർ ഈസ് ലോവർ. വിറ്റ വില എത്രയായിരുന്നു? 280. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കോസ്റ്റ് എത്രയാണ് വരിക? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 150 പെർ ഷെയർ ആയിട്ട് നമുക്ക് എടുക്കാം. ആദ്യത്തെ 1000 ഷെയറിൻ്റെ വില. അപ്പോൾ 1000 × 150 1,50,000 നമുക്ക് കോസ്റ്റ് വരുന്നത്. അതിൻ്റെ കോസ്റ്റ് നമുക്ക് അങ്ങനെ എടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. ക്യാപിറ്റൽ ഗെയിൻ റൈറ്റ് എൻറ്റൈറ്റിൽമെൻറ്റ് 67,500 ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മളത് പറഞ്ഞു. പിന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് റൈറ്റ് ഷെയർസ്, റൈറ്റ് ഷെയറിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. 500 ഷെയർ നമ്മൾ ഫുൾ വാല്യൂ കൺസിഡറേഷൻ 500 ഷെയർ 280 രൂപ വെച്ച് 1,40,000. 1,40,000 അതിൻ്റെ കോസ്റ്റ് വന്നിട്ട് 90 × 500 40,000. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 95,000. റൈറ്റ് ഷെയർ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ബോണസ് ഷെയർ 500 നമ്മൾ 280 × 500 1,40,000. കോസ്റ്റ് നിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 1,40,000. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഒറിജിനൽ ഷെയർ വിറ്റ വില 280 2,80,000. കോസ്റ്റ് 1,50,000 രൂപ. എങ്ങനെ എടുത്തു നമുക്ക് മനസ്സിലായല്ലോ. യെസ്. സോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 1,40,000. സോ ടോട്ടൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വന്നിട്ട് ടോട്ടൽ ടാക്സബിൾ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ വന്നിട്ട്
എല്ലാം കൂടി ആഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 4,32,500. $67,500 പ്ലസ് 95,000 പ്ലസ് 1,40,000 ഇത്രയും നമുക്ക് ഷോർട്ട് ടേം ആണ്. സോ STCG വന്നിട്ട് 3,02,500. അതിവിടെ എഴുതിയിട്ടുണ്ട് 3,02,500. ലോങ് ടൈം ക്യാപിറ്റൽ 1,30,000. അങ്ങനെയാണ് 4,32,500 വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എത്ര പാടാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ അല്ല അത്ര ടഫാക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യനൊന്നും അല്ല. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താലേ നമുക്ക് ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക എന്നുള്ളത്. ക്ലാസ് നോട്ട് നോക്കുക, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ടിലൂടെ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസർ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4. Gangotri Files Limited filed its return of income for assessment year 24-25 on 15th December 2024. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുന്നത് വൈകിയാണ് ഫയൽ ചെയ്തിരിക്കുന്നത്, ബിലേറ്റഡ് റിട്ടേൺ ആണ്. ദെൻ on 2nd March 2025, the accountant of Gangotri File Limited realized that he had forgotten to claim a genuine business expenditure amounting to 15 lakhs. Okay. He wants to file revised return on 2nd March 2025. Okay. To claim such expenditure as assessment is not yet completed. State with reason whether the action accountant files is limited. No. He cannot. കാരണം ലാസ്റ്റ് ഡേറ്റ് 31st December 2024 ഓർ ബിഫോർ കംപ്ലീഷൻ ഓഫ് അസസ്മെൻറ്റ് വിച്ച് ഈസ് ഏർലിയർ ആണ്. ഇത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 139 റിവൈസ്ഡ് റിട്ടേൺ റിവൈസ് ചെയ്യാൻ. പിന്നെ ബിലേറ്റഡ് റിട്ടേൺ റിവൈസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് പറ്റും, പക്ഷേ സമയം കഴിഞ്ഞു പോയി, അതാണ് പ്രശ്നം. ആൻസർ നോക്കാം. ഇപ്പോൾ ഓൾറെഡി ബിലേറ്റഡ് റിട്ടേൺ ആണ് 31. Cannot file revised return since it is beyond 31/12/2024. Hence the action of accountant is not valid. Then Raghuveer has 2 minor children, Master A and Master B. Master A is a child artist. ഓക്കെ, അപ്പോൾ സ്കില്ല് ടാലൻ്റ് ഉള്ള കുട്ടിയാണ്. അപ്പോൾ സ്കില്ല് ടാലൻ്റ് ഉള്ള കുട്ടിയാണെങ്കിൽ അവൻ്റെ വരുമാനത്തിന് നമുക്ക് അവൻ തന്നെയാണ് ടാക്സ് അടയ്ക്കേണ്ടത്, പാരൻറ്റിലേക്ക് ക്ലബ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് മാസ്റ്റർ ബി ഈസ് സഫറിങ് ഫ്രം എ ഡിസീസ് സ്പെസിഫൈഡ് അണ്ടർ 80. ഇപ്പോൾ 80U ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്ന ഡിസബിലിറ്റി ഉള്ള കുട്ടിയുടെ ഇൻകവും പാരൻറ്റിലേക്ക് ക്ലബ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇൻകം ഓഫ് ബോത്ത് മൈനർ ചൈൽഡ്. ഇൻകം ഓഫ് എ ഫ്രം സ്റ്റേജ് ഷോ നമ്മൾ ക്ലബ് ചെയ്യണോ? വേണ്ട, നോ ക്ലബിങ്. ദെൻ ഇൻകം ഓഫ് എ ഫ്രം ബാങ്ക് ഇൻട്രസ്റ്റ് ക്ലബ് ചെയ്യണം, പാരൻറ്റിലേക്ക് ക്ലബ് ചെയ്യണം. Then income of B from dividend or domestic company, no clubbing. In bank interest, no clubbing. Explaining whose hands above income of minor child is taxable under the, assuming that income of Raghuveer is higher than his wife. അപ്പോൾ ഇത് മാസ്റ്റർ എയുടെ കയ്യിൽ തന്നെ ടാക്സബിൾ ആകും, ഇത് രഘുബീറിൻ്റെ കയ്യിൽ ടാക്സബിൾ ആകും, ഇത് രണ്ടും മാസ്റ്റർ ബിയുടെ കയ്യിൽ ടാക്സബിൾ ആകും. ഇതാണ് ആൻസർ. Yes. Will not be clubbed with the income of Mr. Raghuveer. This income is taxable in the hands of minor child A, Master A. ഇത് ക്ലബ്ഡ് വിത്ത് രഘുവീർ. പിന്നെ രഘുവീറിലേക്ക് നമ്മൾ ക്ലബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1032 എക്സംഷൻ ഉണ്ട്. 1,500 രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എക്സംഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ രഘുവീർ ഓൾഡ് ടാക്സ് റെജിം ചൂസ് ചെയ്തിരിക്കണം. ദെൻ ഇൻകം ഓഫ് ബി ഫ്രം ഡിവിഡൻഡ് ഡൊമസ്റ്റിക് കമ്പനി 30,000, ടാക്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മൈനർ ചൈൽഡ് ബി. ഈ 1,20,000 ടാക്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മൈനർ ചൈൽഡ് ബി തന്നെയാണ്. ദെൻ
which are all the person required to mandatorily file return of loss as per section 80 of Income Tax Act. Also explain the consequence of non-filing of return of loss in time. റിട്ടേൺ ഓഫ് ലോസ് നമുക്ക് സാധാരണ ഇൻകം ഉണ്ടെങ്കിൽ മാത്രം റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. പക്ഷേ അതിന് വേറെ ഇപ്പോൾ ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പുതിയ റൂൾ 12 AB ഒക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ മാൻഡേറ്ററിലി വിച്ച് ആർ ഓൾ ദ പേഴ്സൺ റിക്വയർഡ് ടു മാൻഡേറ്ററിലി ഫയൽ ദ റിട്ടേൺ ഓഫ് ലോസ്. ഇപ്പോൾ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ അത് റിട്ടേൺ ഫയൽ ചെയ്തേ പറ്റുള്ളൂ. ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഉള്ള ആൾക്കാർ അത് ഓൺ ടൈം ഫയൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ വൈകി ഫയൽ ചെയ്താലും യു കുഡ് ക്യാരി ഫോർവേഡ് ദാറ്റ് ലോസ്, ഹൗസ് പ്രോപ്പർട്ടി ലോസ്. ദെൻ എക്സ്പ്ലെയിൻ ദ കോൺസിക്വൻസ് നോൺ ഫയലിംഗ് ഓഫ് റിട്ടേൺ ഓഫ് ലോസ് ഇൻ ടൈം. ഇല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല, അത് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് ഇൻകം, അതിൽ തന്നെ നോർമൽ ബിസിനസ് ലോസ് ഉണ്ട്, ബിസിനസ് ലോസ് ഉള്ളവർ, നോർമൽ ബിസിനസ് ലോസ് ഉള്ളവർ, സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് ഉള്ളവർ, സ്പെസിഫൈഡ് ബിസിനസ് ലോസ് ഉള്ളവർ, ഈ ലോസ് എല്ലാം ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഫയൽ ദ റിട്ടേൺ ഓൺ ടൈം. അതിലൊരു മാറ്റവും ഇല്ല. പിന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്, യു നീഡ് ടു ഫയൽ ദ റിട്ടേൺ ഓൺ ടൈം. ദെൻ ലോസ് ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റിസോഴ്സ് ഓൺ ടൈം ഫയൽ ചെയ്താൽ മാത്രമേ ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ നിർബന്ധമായും റിട്ടേൺ ഫയൽ ചെയ്യണം. പിന്നെ അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അത് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ പോലും ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കൃത്യമായി റിട്ടേൺ ഫയൽ ചെയ്തിട്ട് അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ചെയ്തോളാം, ക്യാരി ഫോർവേഡ് ചെയ്തോളൂ. Yes. Yes. A person having following loss is required to mandatorily file loss on or before the due date. So നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ പറയുന്ന ലോസുകളെല്ലാം. കോൺസിക്വൻസസ് ഓഫ് നോൺ ഫയലിംഗ് ഓഫ് റിട്ടേൺ, നിങ്ങൾക്ക് ഈ പറയുന്ന സംഭവങ്ങളൊന്നും ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. ശരി. 4A. On 9th January 2025, Amit, a bank employee, received 6 lakh towards interest on enhanced compensation from state government in respect of compulsory acquisition of land affected during the financial year 16-17. 2016-17 അവൻ്റെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് പോയി, അതിന് കമ്പൽസറി അക്വിസിഷൻ ഉണ്ടായി. അതവന് കോമ്പൻസേഷൻ കിട്ടാൻ വൈകിയതുകൊണ്ട് അവന് ഇൻട്രസ്റ്റ് കിട്ടി. ഇത് ഇൻട്രസ്റ്റ് എല്ലാം കൂടി ചേർത്ത് കിട്ടിയത് എപ്പോഴാണ്? 2025 ജാനുവരി 9 എന്ന് പറയുമ്പോൾ 2024-25. ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന വർഷമേ ടാക്സബിൾ ആവത്തുള്ളൂ. ഇൻട്രസ്റ്റ് മുൻ വർഷങ്ങളിലെ എല്ലാ ഇൻട്രസ്റ്റും കൂടെ ചേർത്തായിരിക്കും കിട്ടിയത്. ഉണ്ട് 17-18 ഇൻട്രസ്റ്റ് ഉണ്ട്, 18-19 ഇൻട്രസ്റ്റ് ഉണ്ട്, 19-20 ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതെല്ലാം പല പല വർഷങ്ങളിൽ ഇൻട്രസ്റ്റ് ആണെങ്കിലും ഇത് ടാക്സബിൾ ആകുന്നത് എപ്പോഴാണ്? ഇൻ 2024-25 പ്രീവിയസ് ഇയർ. പിന്നെ കിട്ടുന്ന തുക മൊത്തത്തിൽ നമുക്ക് എന്തല്ല ടാക്സബിൾ അല്ല, അതിൽ നമുക്ക് 50% ഡിഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2,50,000 പ്ലസ് 1,65,000 പ്ലസ് 1,85,000 ഇതെല്ലാം കൂടി ചേർത്ത് 6 ലക്ഷം ഉണ്ടല്ലോ. അത് ക്വസ്റ്റൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ 6 ലക്ഷത്തിൻ്റെ 50% നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ബാക്കി 50% നമുക്ക് ഇൻകമാണ്, ദാറ്റ് ഇറ്റ് ക്യാൻ ബി ക്ലെയിംഡ് ആസ് ഡിഡക്ഷൻ. ബാക്കി ടാക്സബിൾ 3 ലക്ഷം ടാക്സബിൾ. He incurred 50,000 by way of legal expenses to receive interest, no deduction. On such enhanced, explain with the relevant provisions of income tax how much interest on enhanced compensation would be chargeable to tax. 3 lakh. 5 mark. Simple question. Examine the applicability of TDS for TCS as per Income Tax Act for assessment year in the following independent situation. PQR Private Limited sells 2 cars, 2 car to Mrs. Ajna, costing 4 lakh and 12 lakh respectively on 1/5/2024 and 25/12/2024. Mrs. Ajna has furnished her PAN to PQR Private Limited and filed her return of income regularly before the due date. അപ്പോൾ ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം. 2 കാർ ഒരാൾക്ക് ഒരു വർഷം വിറ്റിരിക്കുകയാണ്, ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം. 10 ലക്ഷം രൂപയ്ക്ക് മേളിൽ പോയിട്ടുണ്ട്. മൊത്തം 10 ലക്ഷമാണ് TCS ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടാക്സ് കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ആൻസറിലേക്ക് നോക്കാം. PQR Private Limited is not required to collect tax at source on sale of car 4 lakh to Mrs. Ajna since its value does not exceed 10 lakhs.
However, it is required to collect tax at source under 206C1F at 1% on sale value of new car consideration of 12 lakh, since the value of car exceeds 10 ലക്ഷം. ടാക്സ് ഹാസ് ടു ബി കളക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് റെസീറ്റ് ഓഫ് 12 ലക്ഷത്തിൻ്റെ മേലുള്ള എമൗണ്ടിൻ്റെ ടാക്സ് കൂടി എന്ത് ചെയ്യേണ്ടി വരും, കളക്ട് ചെയ്യേണ്ടി വരും. യെസ്. MNO ലിമിറ്റഡ് പെയ്ഡ് rent 75,000 plus 18% GST per month to Rakesh for office premise from 1/4/2024 to 31/3/2025. 75,000 മാസ വാടകയാണ്, ഓഫീസ് വാടകയാണ്. Rakesh has furnished his PAN to MNO Limited and also filed his return of income before the due date regularly. ഓക്കെ, ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മന്ത്ലി റെൻറ്റ് 75,000 രൂപ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ടാക്സ് എന്ത് ചെയ്തേ പറ്റുള്ളൂ, ഡിഡക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. 2,40,000 ആണ് ലിമിറ്റ്. പുതിയ ബഡ്ജറ്റ് വന്നപ്പോൾ അത് പെർ മന്ത് 50,000 എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ബാധകമല്ല, ഈ വരുന്ന എക്സാമിനേഷൻ അത് ബാധകമല്ല, ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് അത് ബാധകമല്ല. ഫിനാൻസ് ആക്ട് 2025 വന്നാണ്, അതിന് ജൂൺ 2026 പരീക്ഷയ്ക്കാണ് അത് ആപ്ലിക്കബിൾ ആവുക. നോക്കാം. MNO ലിമിറ്റഡ് ഈസ് റിക്വയർഡ് ടു ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ് 194I at 10% ഓഫ് റെൻറ്റ് 75,000 പെർ മന്ത് എക്സ്ക്ലൂസീവ് ഓഫ് GST കമ്പോണൻ്റെ മേളിൽ ടാക്സ് ഡിഡക്ട് ചെയ്യേണ്ട. സോ 75,000 × 12 9 ലക്ഷം രൂപ വരും. 2,40,000 മേളിൽ പോയതുകൊണ്ട് 10% ടാക്സ് ഡിഡക്ട് ചെയ്തേ പറ്റത്തുള്ളൂ അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് വിച്ച് ഓർ ഈസ് എർലിയർ. യെസ്. Examine the tax implications of the following transactions under Income Tax Act 1961 for assessment year 25-26. Give brief reasons. Government of India has appointed Mr. Ramesh as an ambassador in Sweden. By Government of India employee ആണ്. He received a salary of 7,50,000 and allowances of 2,40,000 during the previous year for rendering services in Sweden. സ്വീഡനിലാണ് നമ്മൾ സർവീസ് റെൻഡർ ചെയ്യുന്നതെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടി വിദേശത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് അത് ഇന്ത്യയിൽ റെൻഡർ ചെയ്ത സർവീസായിട്ട് കണക്കാക്കും 913. പക്ഷേ ഈ കൊടുത്തിരിക്കുന്ന അലവൻസസ് എല്ലാം തന്നെ എക്സംപ്റ്റഡ് ആയിരിക്കും 10(7). ഹീ ഈസ് എ ഇന്ത്യൻ സിറ്റിസൺ ഹാവിങ് ഇറ്റ് സ്റ്റാറ്റസ് ഓഫ് നോൺ റെസിഡൻറ്റ്. ഓക്കെ, നോൺ റെസിഡൻറ്റ് ആയിക്കോട്ടെ, ഇത് ടാക്സബിൾ ആണ്. 7.5 ലക്ഷം രൂപ ഇതിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാം, പക്ഷേ 2,40,000 രൂപ എക്സംപ്റ്റഡ് ആണ്. മിസ്റ്റർ നാരായണൻ, എ നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, ഹി ഏൺഡ് 3 lakh ആസ് റോയൽറ്റി ഫോർ എ പേറ്റൻറ്റ് made available to Mr. Rajkumar, who is also a non-resident. Mr. Rajkumar has utilized the payment of right for development of product in India. Okay, ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഗവൺമെൻറ്, നിങ്ങൾ റെസിഡൻറ്റ്, നിങ്ങളുടെ നിഖിൽ സാർ, ജോമൽ സാറൊക്കെ ഇന്ത്യക്ക് പുറത്തേക്കുന്ന നോൺ റെസിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ ഇതേ ഒരു പിക്ചറൈസ് ചെയ്ത് പഠിച്ച സംഭവമാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ 2 മാർക്ക്, ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 2 നോൺ റെസിഡൻറ്റുകൾ തമ്മിൽ ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന ഇടപാടാണ്. അതിന് ഒരാൾ മറ്റൊരാൾക്ക് റോയൽറ്റി കൊടുത്തു. എന്തിനാണ്? പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, അതുപോലെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനാണ്. ഇത് കിട്ടിയ ആൾ അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയിൽ എന്ത് ചെയ്തു, യൂസ് ചെയ്തു. ആൻഡ് 50% ഓഫ് ദ റോയൽറ്റീസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ, 50% റിസീവ്ഡ് ഔട്ട്സൈഡ്. 100% അത് ഇന്ത്യയിൽ തന്നെ എന്താവും, ടാക്സബിൾ ആവും. 3 ലക്ഷം രൂപയും ഇത് ഇന്ത്യയിൽ ടാക്സബിൾ ആവും. സെക്ഷൻ ഈസ് 916. നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷൻ 913 10(7). 7.5 ലക്ഷം ഉണ്ട്, 50,000 ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുക. ഓൾഡ് ആണെങ്കിൽ 75,000 ആണെങ്കിൽ ന്യൂ റേജ്. 2,40,000 ഫുള്ളി എക്സംപ്റ്റഡ്. റോയൽറ്റി പേബിൾ നോൺ റെസിഡൻറ്റ് വുഡ് ബി ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. 916 പ്രകാരം. സെക്ഷൻ ഇവിടെ റെഫർ ചെയ്തിട്ടില്ല, പക്ഷേ അതാണ് സെക്ഷൻ. In the present case, since Mr. Rajkumar, non-resident, paid the royalty of 3 lakh for a patent right to use for development of product in India, same would be taxable in India in the hands of the recipient. Mr. Narayanan, a non-resident, irrespective of the fact that only 50% of the royalty is received in India. ഇന്ത്യയിൽ ടാക്സബിൾ ആയിരിക്കും. ഇറസ്പെക്റ്റീവ്, ബാക്കി 50% ഇന്ത്യ കിട്ടിയുള്ളൂ എന്നുള്ളത് നോക്കണ്ട. ആ എൻ്റെ എമൗണ്ട് ഇന്ത്യയിൽ ടാക്സബിൾ ആയിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ എടുക്കേണ്ടി വരും എന്നുള്ളത്. ഓക്കെ, ശരി. സോ ഇതാണ് ഇൻകം ടാക്സിൻ്റെ ക്വസ്റ്റ്യൻ. അത്ര ഈസി ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു ആവറേജ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന സംഭവങ്ങളെല്ലാം ഇൻകം ടാക്സിൻ്റെ ഏരിയക്കകത്ത് നമുക്ക് ഉണ്ടായിരുന്നു. സോ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ആൻസർ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു
ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരുന്നു ഇതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. സെക്കൻഡ് പാർട്ട് ഇൻഡയറക്റ്റ് ടാക്സേഷൻ ആണ്. നമുക്കറിയാവുന്ന കാര്യം 40 മാർക്കിനാണ് നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സിനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും 40-ലെ 35 മാർക്കോളം അടുപ്പിച്ച് നമുക്ക് GST നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഉണ്ടാവുക. സോ ലെറ്റ് സ്റ്റാർട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5. Hanuman Limited is a paper manufacturing company. So it's a company having a GST registration from Jaipur, Rajasthan. So they have taken GST registration in Rajasthan. Then its manufacturing unit is situated in Ahmedabad, Gujarat. അപ്പോൾ ഇവർക്ക് 2 സ്ഥലങ്ങളിൽ ഇവർക്ക് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ് ആണ്. സെക്ഷൻ 25(4) നമുക്കിവിടെ അപ്ലൈ ചെയ്യണം. CGST നിയമത്തിലെ 25(4) പ്രകാരം ജയ്പൂരിലെ യൂണിറ്റും അഹമ്മദാബാദിലെ യൂണിറ്റും ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ് തന്നെയാണ്. It gives the following information pertaining to the month of September 2024. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, GSTയുടെ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുമ്പോൾ മന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്റ്റംബർ 2024 ആസ് ഉണ്ട്. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് പേപ്പർ മാനുഫാക്ചർഡ് ബൈ ഹനുമാൻ ലിമിറ്റഡ്. സോ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് CGST രാജസ്ഥാൻ SGST ആയിരിക്കും വരിക. ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ IGST ആയിരിക്കും വരിക. 40 lakhs. Intra-state supply of paper manufactured by Hanuman Limited, invoice value 10 lakhs. So ഇതിൻ്റെ മേളിൽ വരുന്നത് CGST ആൻഡ് SGST ആയിരിക്കും വരിക. CGST ആൻഡ് SGST. Rent of agricultural land, കൃഷിഭൂമി ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് to ITC Limited. It is used for agriculture purpose. കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ITC ഉപയോഗിക്കുന്നത്. റെൻറ്റ് വന്നിട്ട് 11 ലക്ഷം രൂപയാണ്. ബട്ട് ഇറ്റ് ഈസ് എക്സംഡ്. ഇതൊരു എക്സംഡ് സപ്ലൈ ആയിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. കൃഷി ആവശ്യത്തിന് വേണ്ടി കൃഷിഭൂമി വാടകയ്ക്ക് കൊടുക്കുന്നത് എക്സംഡ് ആണ്. നോട്ടിഫിക്കേഷൻ നമ്പർ 12/2017. യെസ്. റെൻറ്റ് ഓഫ് കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ലൊക്കേറ്റഡ് നിയർ ഉത്തർപ്രദേശ്. ലെറ്റ് ഔട്ട് ടു RK Mall. ഓക്കെ. റെൻറ്റ് ഓഫ് സെപ്റ്റംബർ ബീങ് 6 lakh. അപ്പോൾ ഉത്തർപ്രദേശിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്, ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉത്തർപ്രദേശിലുള്ള പ്രോപ്പർട്ടി ആകുമ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ വരുന്നത് ഉത്തർപ്രദേശിലാണ്. ഓക്കെ. ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ജയ്പൂർ, രാജസ്ഥാനിലാണ്. സോ ഇത് വന്നിട്ടൊരു ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ഇതിൻ്റെ മേളിൽ നമുക്ക് IGST ആപ്ലിക്കബിൾ ആകും. ദെൻ സ്റ്റോക്ക് ട്രാൻസ്ഫർ വിത്തൗട്ട് കൺസിഡറേഷൻ ടു ഇറ്റ്സ് ബ്രാഞ്ച് അറ്റ് കോട്ട. ബ്രാഞ്ച് ഹാസ് സെപ്പറേറ്റ് GSTN ഫോർ കൺവെയൻസ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ബില്ലിംഗ്. അപ്പോൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് കൺസിഡറേഷൻ ടു ഇറ്റ്സ് ബ്രാഞ്ച് അറ്റ് കോട്ട. അപ്പോൾ ബ്രാഞ്ച് ഹാസ് സെപ്പറേറ്റ് GSTN ഫോർ കൺവെയൻസ് ആൻഡ് അക്കൗണ്ടിങ് ആൻഡ് ബില്ലിംഗ്. വേറെ GSTN ഉണ്ടെങ്കിൽ അത് ഡിസ്റ്റിങ്ക്റ്റ് എൻറ്റിറ്റിയാണ്. സോ ഡിസ്റ്റിങ്ക്റ്റ് എൻറ്റിറ്റി ആകുമ്പോഴത്തേക്കും ഡിസ്റ്റിങ്ക്റ്റ് എൻറ്റിറ്റിക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ ഈവൻ ഇഫ് ദർ ഇസ് നോ കൺസിഡറേഷൻ ഇറ്റ് നീഡ് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ. സോ വാല്യൂ അണ്ടർ സെക്ഷൻ 15 ഈസ് 20,000. ഇൻട്രാസ്റ്റേറ്റ് ആണ്. സോ അതിൻ്റെ മേളിൽ നമുക്ക് CGST SGST നമുക്ക് വരും. CGST ആൻഡ് SGST വരും. ബിസൈഡ്സ് ഹനുമാൻ ലിമിറ്റഡ് ഗീവ്സ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ. അഡ്വാൻസ് റെൻറ്റ് 6 lakh പെർട്ടൈനിങ് ടു കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഫോർ ഒക്ടോബർ 2020. നമ്മൾ സെപ്റ്റംബറിലാണ്. ഒക്ടോബറിലെ വാടക നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. റിസീവ്ഡ് ഓൺ 29th September 2024. അപ്പോൾ നമുക്കങ്ങനെ അടുത്ത മാസത്തെ വാടക നമുക്ക് ഇപ്പോഴേ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെൻറ്റ് റിസീവ്ഡ്. അപ്പോൾ നമുക്ക് ടൈം ഓഫ് സപ്ലൈ ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് GST ലൈബിലിറ്റി വരും. GST റേറ്റ് 18%. ബട്ട് GST ഈസ് നോട്ട് റിസീവ്ഡ് സെപ്പറേറ്റ്ലി. ഇറ്റ് വിൽ ബി പെയ്ഡ് ബൈ ടെനൻറ്റ് ഓൺലി ഡ്യൂറിങ് ഒക്ടോബർ. സോ നമ്മൾ ടെനൻറ്റ് നമുക്ക് സെപ്പറേറ്റ് തരും. പക്ഷേ ഈ 6 ലക്ഷത്തിന് മേലുള്ള ടാക്സ് നമ്മൾ അടച്ചേ പറ്റത്തുള്ളൂ. ടൈം ഓഫ് സപ്ലൈ നമുക്ക് ഓൾറെഡി ആയി കഴിഞ്ഞു. ടൈം ഓഫ് സപ്ലൈ ഇൻ സെപ്റ്റംബർ ഇറ്റ്സെൽഫ്. Purchase of inputs during September 2024 from different parties in Andhra Pradesh. Invoice 1 lakh. IGST ITC input tax credit. Purchase of inputs during September from different parties in Jaipur. Invoice value 80,000. CGST and SGST ITC. Computer was purchased from a local supplier 2,50,000. GST 18%. On 1st April 2024 for office purpose. Okay. Full input tax credit
was taken in April 2024. However, on 18th September 2024, it is gifted by Hanuman Limited to Suresh. He is a friend of managing director of the Hanuman Limited. നമ്മളൊരു ബിസിനസ് അസറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്പോസ് ചെയ്യാണ്. ആഫ്റ്റർ ക്ലെയിമിങ് ITC, പെർമനൻറ്റ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ് വെയർ ITC ഹാസ് ബീൻ അവൈൽഡ്. ഓഫീസ് പർപ്പസിന് വേണ്ടി നമ്മൾ കമ്പ്യൂട്ടർ മേടിക്കുന്നു, അത് നമ്മൾ ITC എടുക്കുന്നു, ഡിസ്പോസ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ ഡീംഡ് സപ്ലൈ. ഇപ്പോൾ നമുക്കിവിടെ ഷെഡ്യൂൾ 1 പ്രകാരം, ഓക്കെ, സെക്ഷൻ 7(1)(c) പ്രകാരം അതെന്തായി മാറുകയാണ്, സപ്ലൈ ആയിട്ട് മാറുകയാണ്. അപ്പോൾ സപ്ലൈ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, സപ്ലൈ ആയിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ന് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് നമ്മൾ അതിനെ കമ്പ്യൂട്ട് ചെയ്യണം. ഈ പറഞ്ഞതുപോലെ ടാക്സ് നമുക്ക് എത്ര വരുന്നു എന്നുള്ളത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൺ സെപ്റ്റംബർ 2024, ഹനുമാൻ ലിമിറ്റഡ് പേയ്സ് അഡ്വാൻസ് കൺസൾട്ടൻസി ഫീ ടു എ കൺസൾട്ടൻറ്റ് ഓഫ് 1 lakh. നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൺസൾട്ടൻസി ഫീസ് കൊടുത്തു. ദ കൺസൾട്ടൻറ്റ് പ്രൊവൈഡ് ഹിസ് സർവീസ് ഓൺലി ഡ്യൂറിങ് ഡിസംബർ. കൺസൾട്ടൻറ്റ് പക്ഷേ ഡിസംബറിലേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, പേയ്മെൻറ്റ് തരത്തുള്ളൂ. ഇൻവോയ്സ് വിൽ ബി issued after completion of a job. GST rate on consultancy fees 18%. നോ ITC. നമുക്ക് പേയ്മെൻറ്റ് മേളിൽ ITC വല്ലതും കിട്ടും, നോ ITC. പല കാരണങ്ങളുണ്ട്. സെക്ഷൻ 16(2) ആണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് സർവീസ് ലഭിച്ചിട്ടില്ല എന്നുള്ളത്. സർവീസ് നമുക്ക് ലഭിച്ചിട്ടില്ല, സർവീസ് നമുക്ക് ഡിസംബറിലേക്ക് കിട്ടും. സർവീസ് കിട്ടാതെ നമുക്ക് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റത്തില്ല. മാത്രമല്ല നമ്മുടെ കൈവശം ഇൻവോയ്സും ഇല്ല. ഇപ്പോൾ 2 കാരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 കാരണത്താൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടത്തില്ല. Then outdoor catering service availed for 1 lakh for a marketing event organized by prospective customer. Section 17(5) blocked credit. Input tax credit കിട്ടത്തില്ല. ബാലൻസ് അവൈലബിൾ ഇൻ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഓൺ സെപ്റ്റംബർ 1. 11,000 CGST ബാലൻസ് ഉണ്ട്, 8,01,000 SGST ഉണ്ട്, 2,91,000 IGST. നമുക്ക് ഓപ്പണിംഗ് ITC ആണ്. Additional information, both inward and outward supplies are given are above are exclusive of GST. ഇപ്പോൾ GST അത് ഉൾപ്പെടുത്തിയിട്ടില്ല. റേറ്റ് ഓഫ് GST on outward supply 18%. All the conditions for claiming ITC are satisfied. On the basis of above case study, you are required to answer the following questions with reference to GST law. 1. Calculate the total GST on outward supply for the month of September 2024 in the context of CGST Act 2017. അപ്പോൾ നമുക്ക് എന്തൊക്കെ സെയിലുണ്ട് നമ്മൾ ഓൾറെഡി നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻറ്റർസ്റ്റേറ്റ് സപ്ലൈ ഉണ്ട് 40 ലക്ഷത്തിൻ്റെ മേളിൽ. റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ, 18%. ഓക്കെ, സോ ഇതിൻ്റെ മേളിൽ IGST 18% വരും. ഇതിൻ്റെ മേളിൽ 9% ഈച്ച് ആയിരിക്കും വരിക. ദെൻ 18% വരുന്നുണ്ട്, 9% ഈച്ച്. ഇത്രയും നമുക്ക്. പിന്നെ ഇവിടെ അഡ്വാൻസ് റെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് നമുക്ക് റെൻറ്റ് കിട്ടുന്ന ഒന്നല്ലേ ഉള്ളൂ. അപ്പം ഇതും IGST വരും. ശരി, നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് 18%, 40 ലക്ഷത്തിൻ്റെ 7,20,000 IGST നമ്മൾ ഓൾറെഡി പറഞ്ഞു. 10 ലക്ഷത്തിൻ്റെ 9% വെച്ച് വരുമെന്ന് പറഞ്ഞു, 90,000. റെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് വി വെർ റൈറ്റ്, എക്സംപ്റ്റഡ് ആണ്. റെൻറ്റ് ഓഫ് ഉത്തർപ്രദേശ് കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി 6 ലക്ഷം IGST നമ്മൾ 1,08,000. അഡ്വാൻസ് റെൻറ്റ് ഓഫ് കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി 6 lakh, അതും നമുക്ക് IGST ആണ്. അഡ്വാൻസ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ITC നമുക്ക് കിട്ടിയിട്ടില്ല അല്ലേ, ITC നമുക്ക് ടാക്സ് GST നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ആ തന്നിരിക്കുന്ന എമൗണ്ടിനകത്ത് GST ഉള്ളതായിട്ട് സങ്കല്പിക്കുക. അതൊരു അസംഷനാണ്, അങ്ങനെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. 6 lakhൻ്റെ മേളിൽ IGST നമ്മൾ അയാൾ പിന്നീട് തരാമെന്ന് പറഞ്ഞല്ലോ, തരില്ല എന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ടായിരുന്നു. Advance rent of 6 lakh pertaining to commercial property is received on 29th September, 18%, but GST is not received separately. It will be paid by tenant only during
ഒക്ടോബർ. അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ ആൻസറിൽ ചെയ്തിരിക്കുന്നത് ദേ അസ്യൂംഡ് ദാറ്റ് 18% ഈസ് ഇൻക്ലൂസീവ് അണ്ടർ 6 lakh. ശരി, അങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ദെൻ ഇൻട്രാസ്റ്റേറ്റ് സ്റ്റോക്ക് ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്. അത് 20,000 ആണ്. അതിൻ്റെ 18% 3600 CGST SAC ആണ്. 1800 അങ്ങനെ ടോട്ടൽ വന്നിട്ട് 9,19,525, 91,800, 91,800. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സപ്ലൈ ചെയ്തതായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, കണക്കാക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ബിസിനസ് അസറ്റ്സ് മേടിച്ചതിന് ശേഷം നമ്മളത് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിന് പ്രത്യേകിച്ച് ക്യാപിറ്റൽ ഗുഡ്സ് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 18(6) ആപ്ലിക്കബിൾ ആകും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 18(6) പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്ത ക്രെഡിറ്റിൽ നിന്ന്, ഇവിടെ ഇപ്പോൾ എത്ര ക്രെഡിറ്റ് എടുത്തിട്ടുണ്ട്, 2.5 ലക്ഷം രൂപയുടെ 18% ITC. സോ 2.5 ലക്ഷം രൂപയുടെ 18%, 45,000. ശരി, ഇത് മേടിച്ചത് മുതൽ ഡിസ്പോസ് ചെയ്യുന്നത് വരെ എത്ര മാസം ഉണ്ടായിരുന്നു, അത് എത്ര ക്വാർട്ടർ ഉണ്ടെന്നുള്ളത് നമ്മൾ എടുക്കണം. ഇത് മേടിച്ചിരിക്കുന്നത് എപ്പോഴാണ്, 1 ഏപ്രിലാണ് മേടിച്ചിരിക്കുന്നത്. ദെൻ അത് 18 സെപ്റ്റംബർ വരെയാണ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് അങ്ങനെ വരുമ്പോഴത്തേക്കും ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പം അങ്ങനെ വരുമ്പോൾ 2 ക്വാർട്ടർ ഇൻറ്റു 5% എന്ന് പറയുമ്പോൾ എത്ര വരുന്നുണ്ട്, 10%. 10% നമുക്ക് ഇതിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുക. 45,000 നിന്ന് 4,500 ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 40,500 ആണ് നമ്മൾ തിരിച്ച് എന്ത് ചെയ്യേണ്ടത്, അടയ്ക്കേണ്ടത്. നമ്മൾ എടുത്ത ക്രെഡിറ്റിൽ നിന്ന് 40,500 തിരിച്ചടയ്ക്കണം. 40,500 നമ്മൾ 2 എടുക്കുമ്പോഴത്തേക്കും 20,250 ഈച്ച് CGST ആൻഡ് SGST. യെസ്, ഓക്കെ. ഇവിടെ ആൻസറിൽ വേറൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവരിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന റൂൾ 44(6) വെച്ചിട്ട് റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് വെച്ച് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മെത്തേഡാണ്. നമുക്ക് ഏത് മെത്തേഡ് ഫോളോ ചെയ്താലും ഏതാണ്ട് സെയിം ആൻസർ തന്നെ നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സ് പേയബിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടു, കാൽക്കുലേറ്റ് ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ഫോർ ദ മന്ത് ഓഫ് സെപ്റ്റംബർ 2024. മൊത്തം എത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ചോദ്യം. IGST ITC നമ്മൾ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള 1,00,000 മേളിലുള്ള 5%, അപ്പോൾ 5,000 ഉണ്ട്. ദെൻ 80,000 മേളിൽ 12% നമുക്ക് 9,600, 4,800 ഈച്ച് വരുന്നുണ്ട്. ദെൻ പിന്നെ ഓപ്പണിംഗ് ബാലൻസ് ആണുള്ളത്. സോ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് IGST 291, 11,000, 8,01,000. നമ്മൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് മേടിച്ച IGST 5,000, 4,800, 4,800 നമ്മൾ കണ്ടു. വേറെ ഒന്നിനും ക്രെഡിറ്റ് ഇല്ല. യെസ്, 2,96,000, 15,800, 8,05,800. ഇതാണ് ആൻസർ. Then calculate net GST liability payable for the month of September 2024 and also calculate balance left in electronic credit ledger on September 30, 2024 if any in the context of CGST Act. ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സ് കണ്ടുപിടിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇനി പരസ്പരം എടുത്ത് അങ്ങ് സെറ്റ് ഓഫ് ചെയ്യുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ഔട്ട്വേർഡ് സപ്ലൈ നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇൻപുട്ട് ടാക്സിൽ ആദ്യം ഏതുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ITC ഓഫ് IGST ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ആദ്യം യൂട്ടിലൈസേഷന് വേണ്ടി എടുക്കേണ്ടത്. ആൻഡ് യു നീഡ് ടു ടേക്ക് ഇറ്റ് അഗെയിൻസ്റ്റ് സെറ്റിംഗ് ഓഫ് അഗെയിൻസ്റ്റ് IGST ഔട്ട്പുട്ട് ടാക്സ്. സോ 2,96,000 IGST ഔട്ട്പുട്ട് ടാക്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഏതാണ്, CGSTയുടെ ഇൻപുട്ട് ടാക്സ് ആണ്. CGSTയുടെ ഇൻപുട്ട് ടാക്സ് നമ്മൾ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് CGST ഔട്ട്പുട്ട് ടാക്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയാണ്. ദെൻ ഇതിന് ശേഷം നമ്മൾ എടുക്കേണ്ടത് SGST ആണ്. SGSTയുടേത് നമ്മൾ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് SGSTക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ്. ബാലൻസ് വന്നാൽ നിങ്ങൾക്ക് IGSTക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. സോ അങ്ങനെ വരുമ്പോൾ ഫൈനലി നിങ്ങൾക്ക് പേയബിൾ ആയിട്ട് വരുന്നത് CGST മാത്രമാണ്. 96,250 നിങ്ങൾക്ക് പേയബിളും SGSTയുടെ ITC റിമൈനിങ് ഉണ്ട് 70,225. യെസ്,
So that is the answer. Last question. What is the order of utilization of input tax credit? നമ്മൾ ഓൾറെഡി പറഞ്ഞു order of utilization. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ആദ്യം IGS സെറ്റ് ഓഫ് ചെയ്യുക, അതിനുശേഷം നമുക്ക് CGS സെറ്റ് ഓഫ് ചെയ്യുക, അതിനുശേഷം IGST നമുക്ക് SGST നമുക്ക് എന്ത് ചെയ്യാം, ICC or UTGS നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ഷാൽ be first utilized towards payment of integrated tax, and the amount remaining, if any, may be utilized towards payment of central tax and state tax in case as the case may be in any order. നമ്മൾ ഓൾറെഡി നമ്മൾ പല ആവർത്തി നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ആ ഓർഡറൊക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം, ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. യെസ്, അടുത്ത ചോദ്യം, 6th question. Determine place of supply with reference to GST law in the following independent cases. Place of supply കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. IGST നിയമത്തിൽ സെക്ഷൻ 10, 11, 12, 13 സെക്ഷനുകളിലാണ് പ്ലേസ് ഓഫ് സപ്ലൈ നിർണ്ണയിക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. മിസ്റ്റർ ജോയ് ജേക്കബ്, an unregistered person of Asansol, West Bengal, sends a courier through Kolkata, okay, West Bengal, West Bengal based Mohan Bhai Courier Agency to his sister in Mumbai, Maharashtra. നമ്മളിപ്പോൾ ഈ കൊറിയറൊക്കെ അയക്കുമ്പോൾ, ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ് സർവീസസ് ഇൻക്ലൂഡിങ് മെയിൽ ഓർ കൊറിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കവർ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 12(8) ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ 12(8) പറയുന്നത്, ഇഫ് യു ആർ പ്രൊവൈഡിങ് സർവീസ് ടു സച്ച് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ, then place of supply shall be location of such recipient. And if you are providing to unregistered person, the location at which the goods are handed over to the transporter for transportation. ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നിങ്ങൾ എവിടെ വെച്ചാണോ അത് കൈമാറിയത് അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക. ഇവിടെ ജോയ് ജേക്കബ് ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അയാൾ അസൻസോളിലുള്ള ആളാണ്. അയാൾ കൊറിയർ അയച്ചിരിക്കുകയാണ്, കൊൽക്കത്തയ്ക്ക് അയച്ചു. ആർക്കാണ് കൊടുത്തത്? വെസ്റ്റ് ബംഗാൾ ബേസ്ഡ് മോഹൻ ബായ് കൊറിയർ ഏജൻസി, അവരെയാണ് ഏൽപ്പിച്ചത്. സോ വെസ്റ്റ് ബംഗാളിലാണ് സർവീസ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരിക, വെസ്റ്റ് ബംഗാൾ. കൃത്യമായി പറഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് അസൻസോൾ എന്ന് വേണമെങ്കിൽ പറയാം. മിസ്റ്റർ മിതിൻ, an unregistered person resides at Bhopal, Madhya Pradesh, books a 2-way air journey ticket from Prayagraj, Uttar Pradesh to Jaipur, Rajasthan, Jaipur, Rajasthan on 6th September and back. He leaves Prayagraj on 11th September in a morning flight and lands in Jaipur on the same day. He leaves Jaipur on the 15th September in a late night flight and lands in Prayagraj on next day. അപ്പോൾ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ B2B രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദ റെസിപ്പിയൻറ്റ്, അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ദ ലൊക്കേഷൻ അറ്റ് വിച്ച് ദ പാസഞ്ചർ എംബാർക്സ് ദി കൺവെയൻസ് ഫോർ എ കണ്ടിന്യൂസ് ജേർണി. പാസഞ്ചർ കൺവെയൻസിലേക്ക് കയറിയ സ്ഥലമാണ്. ഇവിടെ 2 ജേർണിയാണ് ഇവിടെ ഉൾപ്പെട്ടിട്ടുള്ളത്, 2 സെപ്പറേറ്റ് ജേർണിയാണ്, ഫോർവേഡ് ജേർണി, റിട്ടേൺ ജേർണി. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ 2 പ്ലേസ് ഓഫ് സപ്ലൈ വരുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് പ്രയാഗ്രാജ്, മറ്റൊന്ന് ജയ്പൂർ. Rimsham Private Limited, located at Lucknow, Uttar Pradesh, purchases a manufacturing machine from Manav Sri Steel Industries Limited, located at Jaipur, Rajasthan, okay, for being installed in its factory located in Haridwar. സോ ഇവിടെ നമുക്ക് സെക്ഷൻ ആപ്ലിക്കബിൾ ആവുന്നത് സെക്ഷൻ 10(1)D ആണ്. ഇൻസ്റ്റലേഷൻ വരുന്നത് കൊണ്ട് തന്നെ എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്തത് അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരിക. അപ്പോൾ ഇത് ഉത്തരാഖണ്ഡ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു, നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. വെസ്റ്റ് ബംഗാൾ, നമ്മൾ പ്രയാഗ്രാജ് ഉത്തർപ്രദേശും അതുപോലെ തന്നെ ജയ്പൂർ രാജസ്ഥാൻ രണ്ടാമത്തെ ആൻസർ. 3 ഹരിദ്വാർ ഉത്തരാഖണ്ഡ്. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. സോ ഈ ആൻസർ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ബി, ദിവ്യ ലിമിറ്റഡ്, എ രജിസ്റ്റേർഡ് സപ്ലയർ ഫ്രം ഗുജറാത്ത്, is engaged in the manufacture of passenger autos. The company provides the following details of purchase made or services availed by it during the month of March. So ഇവരൊരു മാനുഫാക്ചറർ ആണ്. ദേ ആർ മാനുഫാക്ചറേഴ്സ് ഓഫ് പാസഞ്ചർ ഓട്ടോസ് ആണ്.
അപ്പോൾ അവർ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. they provide the details of purchase made or services availed. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് തവണ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ITC എത്ര കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. പർച്ചേസ് ഓഫ് അയൺ വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ റോ മെറ്റീരിയൽ. ഗുഡ്സ് വെയർ റിസീവ്ഡ് ഇൻ 2 lots. ഫസ്റ്റ് ഇൻ മാർച്ച്, സെക്കൻഡ് ഇൻ ഏപ്രിൽ. ഇതിപ്പോൾ ഏത് മാസം, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏത് മാസമാണ് നമ്മൾ നോക്കണം. ഓക്കെ, നമുക്ക് റോ മെറ്റീരിയൽ മേടിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടേണ്ടതാണ്. പക്ഷേ ഇത് ലോട്ടായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അവസാനത്തെ ലോട്ടും കിട്ടിയതിന് ശേഷം മാത്രമേ ക്രെഡിറ്റ് കിട്ടത്തുള്ളൂ. ITC ലഭിക്കുമോ? ചോദ്യം എന്തായിരുന്നു? You are required to determine ITC that can be availed by Divya Limited for the month of March. മാർച്ചിൽ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റൂ? ഇല്ല. only in April. Then purchase of accessories which were delivered directly to the dealers of the company on direction of Divya Limited. Only invoice was received by Divya Limited. ഇതാണ് bill to ship to model. ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ കയ്യിലേക്ക് തന്നെ അത് കിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ആവശ്യപ്രകാരം മറ്റൊരാൾക്ക് അത് സ്വീകരിക്കാം. പർച്ചേസ് ഓഫ് ബസ് സീറ്റിംഗ് കപ്പാസിറ്റി 15 ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എംപ്ലോയീസ് ഫ്രം ദ റെസിഡൻസ് ടു കമ്പനി ആൻഡ് ബാക്ക്. ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യാം. നോ സെക്ഷൻ 15(5). ദെൻ ജനറൽ ഇൻഷുറൻസ് ടേക്കൺ ഓൺ എ കാർ. ഒരു കാറിൻ്റെ മേളിലൊരു ഇൻഷുറൻസ് എടുത്തു. സീറ്റിംഗ് കപ്പാസിറ്റി 5. യൂസ്ഡ് ബൈ എക്സിക്യൂട്ടീവ് ഓഫ് ദ കമ്പനി ഫോർ ഒഫീഷ്യൽ പർപ്പസ്. അത് ഇവർക്ക് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ ഇവർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന കാറിൻ്റെ മേളിലാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റും. ജനറൽ ഇൻഷുറൻസ് ടേക്കൺ ഓൺ എ കാർ യൂസ്ഡ് ബൈ എക്സിക്യൂട്ടീവ് ഓഫ് ദ കമ്പനി ഫോർ ഒഫീഷ്യൽ പർപ്പസ്. ഇവർ മാനുഫാക്ചർ ചെയ്ത കാറാണെന്നുണ്ടെങ്കിൽ പറ്റും. പക്ഷേ ഇത് അല്ലാത്ത കേസിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ശരി, നമുക്ക് ആൻസർ നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ കേസ് റോ മെറ്റീരിയൽ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ലാസ്റ്റ് ലോട്ട് റിസീവ് ചെയ്തിരിക്കുന്നത് ഏപ്രിലാണ്. ദെൻ ആക്സസറീസ് ഡെലിവേർഡ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ബസ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. മറ്റത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. നോ. യെസ്. സോ ആൻസർ ഈസ് 2,90,000. ഈസി ക്വസ്റ്റൻ ആണ്. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റനിൽ ഒന്നാണ്. രവീന്ദ്ര റാവു, എ രജിസ്റ്റേർഡ് പേഴ്സൺ in Indore, Madhya Pradesh, has provided the following information regarding outward transaction made during the month of January. He was appointed by recognized sports body as a chief selector of basketball team and received 6 lakh as remuneration. This is taxable. ഈ റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് ബോഡിക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആസ് എ പ്ലെയർ, കോച്ച്, അമ്പയർ, ടീം മാനേജർ ഒക്കെയാണ്, ക്യൂറേറ്റർ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. പക്ഷേ ടീം സെലക്ടർ എന്ന് പറയുമ്പോൾ അതിന് എക്സംപ്ഷൻ ഇല്ല. Then services of pure labor contract was provided for construction of independent residential unit. That would be exempted. Then he rented out his warehouse for warehousing of wheat, is exempted. Then provided service to Municipal Corporation of Indore for slum improvement and upgradation, is exempted. He has charged consideration of 2,25,000 against Western music dance performance in an event, is taxable. You are required to compute the taxable value of supply on which GST is to be paid by Mr. Ravindra Rao for the month of January. Yes, you can answer നോക്കാം. It's taxable, exempted, 2,25,000. So answer is 8,25,000 rupees. കൃത്യമായ കാരണം കൂടി നമ്മൾ അവിടെ കൊടുക്കണം, അത്രേ ഉള്ളൂ. Then Karan Enterprises, registered in Patna, Bihar, is engaged in printing and selling of books as well as trading a stationery item. Okay. Then he has provided the following. So good supply ചെയ്യുന്ന ആൾക്കാരാണ്. Then provided the following information of a consignment which is supplied to Agra, Uttar Pradesh. Taxable value of supplies indicated in tax invoice 30,000. Okay. Taxable value of supplies indicated in invoice 30,000. Excluding GST leviable at 18%. So, okay. Then value of exempt supply 13,000. Value of taxable goods sent to job worker on delivery challan 16,000.
യു ആർ റിക്വയർഡ് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് കൺസൈൻമെൻറ്റ് വാല്യൂ ഫോർ ദ പർപ്പസ് ഓഫ് ജനറേറ്റിംഗ് ഇ വേ ബിൽ ഫോർ ഇൻട്രസ്റ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ്. അപ്പോൾ നമുക്ക് 50,000 രൂപയ്ക്ക് മേളിലുള്ള കൺസൈൻമെൻറ്റുമായിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇ വേ ബില്ലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കൺസൈൻമെൻറ്റ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ടാക്സബിൾ സപ്ലൈ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ പ്ലസ് GST ആണ് നമ്മൾ എടുക്കുക. സോ ഇവിടെ നമുക്ക് 30,000 പ്ലസ് 30,000ൻ്റെ 18%, 30,000ൻ്റെ 18% 5,400 വരും. അപ്പോൾ ടോട്ടൽ 35,400, 50,000ന് മേളിലായിട്ടില്ല. കൺസൈൻമെൻറ്റ് വാല്യൂ കിട്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സംപ്റ്റഡ് സപ്ലൈ എടുക്കാറില്ല. സോ 13,000 നമ്മൾ പരിഗണിക്കേണ്ട. ദെൻ വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ ഗുഡ്സ് ആൻഡ് ജോബ് വർക്കർ, അത് ഉറപ്പായിട്ട് ഉൾപ്പെടുത്തും 16,000. സോ ഇപ്പോൾ ടോട്ടൽ വന്നിട്ട് 51,400 വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും യെസ്, ഇ വേ ബിൽ നീഡഡ്, അത്യാവശ്യം ഇ വേ ബില്ല് അത്യാവശ്യമായിട്ടും വേണം. ആൻസർ 51,400. 51,400. അടുത്തത് ഒരു ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ നമ്പർ 6 ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. പീയൂഷ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹാവ് ഇമ്പോർട്ടഡ് എ മെഷീൻ ഫ്രം UK. ഫർണിഷ് ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഇൻ റിലേഷൻ ടു സച്ച് ഇമ്പോർട്ട്. സോ സിമ്പിൾ, നമ്മുടെ ഇമ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. FOB കോസ്റ്റ് ഓഫ് മെഷീൻ 30,000 UK പൗണ്ട് ഉണ്ട്. ഫ്രൈറ്റ് ബൈ എയർ ആണ്. എയർ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം എയറിൻ്റെ കൂലി തന്നിട്ടുണ്ടെങ്കിൽ പോലും കസ്റ്റംസ് FOBയുടെ 20% മേളിൽ പോകാൻ പാടില്ല. എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈനിങ് ചാർജസ് പെയ്ഡ് ടു എ ഫേം ഇൻ UK, ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ, ആഡ് ചെയ്യണം. യെസ്. ലൈസൻസ് ഫീ റിലേറ്റിംഗ് ടു ഇമ്പോർട്ടഡ് ഗുഡ്സ് പേയബിൾ ബൈ ബയർ ആസ് എ കണ്ടീഷൻ ഓഫ് സെയിൽ 20% FOB കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. മെറ്റീരിയൽ ആൻഡ് കമ്പോണൻറ്റ് സപ്ലൈഡ് ബൈ ബയർ ഫ്രീ ഓഫ് കോസ്റ്റ് വാല്യൂഡ് റുപ്പീസ് ആണ്. യെസ്, ആഡ് ചെയ്യണം. ഇൻഷുറൻസ് പെയ്ഡ് ടു ഇൻഷുറർ ഇൻ ഇന്ത്യ, യെസ്, അതും നമ്മൾ കസ്റ്റംസ് FOB കിട്ടിയതിന് ശേഷം ആഡ് ചെയ്യേണ്ടതാണ്. ഇന്റർ ബാങ്ക് എക്സ്ചേഞ്ച് റേറ്റ് അറൈവ്ഡ് ബൈ, ഇത് നമുക്ക് വേണ്ട. ദെൻ CBIC നോട്ടിഫൈഡ് റേറ്റ് നമുക്ക് 70.3. കമ്പ്യൂട്ട് ദി അസസബിൾ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എത്രയോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. യെസ്, ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തു അല്ലേ. കസ്റ്റംസ് FOBയിലേക്ക് എത്തിപ്പെടുന്നു. ദെൻ എയർ ഫ്രൈറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. 3,000 രൂപയാണ് എയർ ഫ്രൈറ്റ് വന്നിരിക്കുന്നത്. അത് അതിൻ്റെ 70.3 ചെയ്യുമ്പോഴത്തേക്കും 2,10,900 വരും. പക്ഷേ കസ്റ്റംസ് FOBയുടെ 25,75,950യുടെ 20% എത്ര വരുന്നുണ്ട്? 5,15,190. അപ്പോൾ നമുക്ക് അത് തന്നെ എന്ത് ചെയ്താൽ മതി? ആക്ച്വൽ കോസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? എടുത്താൽ മതി. ഓക്കെ, 2,10,900. പിന്നെ ഇൻഷുറൻസ് തന്നിട്ടുണ്ട്. അസസബിൾ വാല്യൂയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാം. ദെൻ ഒരു തിയറി ക്വസ്റ്റൻ ആണ്. GST ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റി, സെക്ഷൻ 65 ഓഡിറ്റിനെ പറ്റിയാണ്. GST 3 തരം ഓഡിറ്റാണ് GST നിയമത്തിനകത്തുള്ളത്. ഒന്ന് ടേൺ ഓവർ ബേസ്ഡ് ഓഡിറ്റ്, അതിപ്പോൾ സെക്ഷൻ 35, ഇതിപ്പോൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ട. രണ്ടാമത് ഓഡിറ്റ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഒരു വ്യക്തിയുടെ കണക്കുകൾ കോംപ്ലിക്കേറ്റഡ് ആണ്, അയാൾ സബ്മിറ്റ് ചെയ്യുന്ന വിവരങ്ങൾ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ വ്യക്തിയുടെ കണക്ക് പുസ്തകങ്ങൾ ഓഡിറ്റ് ചെയ്യുവാൻ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്റേഴ്സിനെ അയാളുടെ സ്ഥാപനത്തിലേക്ക് അയച്ച് ഓഡിറ്റ് ചെയ്യിപ്പിക്കുക. അതാണ് GST ഓഡിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സപ്ലയർ അല്ലെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സൺ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് പൂർണ്ണമായി സഹകരിക്കണം. അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് അതെല്ലാം തന്നെ അയാൾ അത് പ്രൊവൈഡ് ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ് സെക്ഷൻ 65. Yes. Discuss the provision relating to issue of an invoice or document in the following. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഏത് ഡോക്യുമെൻ്റ് ആണ് തയ്യാറാക്കേണ്ടത്? നോക്കൂ. അഡ്വാൻസ് പേയ്മെൻറ്റ് ഈസ് റിസീവ്ഡ് എഗെയിൻസ്റ്റ് എ സപ്ലൈ. നമ്മളൊരു അഡ്വാൻസ് കിട്ടി, ബട്ട് സബ്സിക്വൻ്റ്ലി നോ സപ്ലൈസ് ആർ മെയ്ഡ്. നമുക്ക് അഡ്വാൻസ് ആണെന്നുണ്ടെങ്കിൽ റെസീറ്റ് വൗച്ചർ, ദെൻ റീഫണ്ട് വൗച്ചർ, തിരികെ കൊടുക്കുന്നതിന് റീഫണ്ട് വൗച്ചർ. Goods are sent on approval for sale or return and are removed before supply takes place. Goods are sent on approval for sale or return. നമുക്കത് യെസ്
ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനടി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അയാളുടെ സമ്മതം പറഞ്ഞാൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ ഗുഡ്സ് കൊടുത്ത് 6 മാസം കംപ്ലീറ്റ് ആയിട്ട് സമ്മതം പറഞ്ഞിട്ടില്ലെങ്കിലും യു കുഡ് പ്രിപ്പയർ ദി ഇൻവോയ്സ്. Then Suresh provides continuous supply service to his client where the due date of payment is not ascertainable. No advance has been received on his behalf. അങ്ങനെ ഡ്യൂ ഡേറ്റ് ഒരു കണ്ടിന്യൂസ് സപ്ലൈ സർവീസിന് അത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സർവീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻവോയ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി അതല്ല, അങ്ങനെ ഒരു സർവീസ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് മുൻകൂട്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിലും അപ്പോഴും എന്ത് ചെയ്യാം, ഇൻവോയ്സ് തയ്യാറാക്കാം. റെസീറ്റ് വൗച്ചറും അതുപോലെ തന്നെ റീഫണ്ട് വൗച്ചറും 31(7) പറയുന്നു, ഗുഡ്സ് ആർ സെൻഡ് ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ഓർ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് റിമൂവൽ whichever is earlier. 31(5)(b) in case of continuous supply service where due date is not ascertainable from the contract, invoice shall be issued before or at the time when supplier or service receives the payment. Yes. പിന്നെ ഒരു തിയറി ക്വസ്റ്റൻ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചോയ്സ് ആയിട്ട് എടുക്കാവുന്നതാണ്. റീഫണ്ട്, ഞാനത് ക്ലാസ്സിൽ ഈ പറയുന്ന റീഫണ്ടിൻ്റെ ഏരിയ ഞാൻ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. കാരണം അത്ര ഇൻഡെപ്തായിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല GST നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വരാനായിട്ട്. സോ യു മേ ടേക്ക് ഇറ്റ് ആസ് ആൻ ഓപ്ഷൻ. നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾക്കത് ലീവ് ചെയ്യാം. ഞാൻ ആൻസർ ഇവിടെ ആൻസറിൽ കൊടുത്തിട്ടുണ്ട്. ഞാനത് ക്ലാസ്സിലും ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് പഠിച്ച് അതിന് പകരം നമുക്ക് വേറെ പഠിക്കാൻ നമുക്ക് ഒരുപാട് ഏരിയ ഉണ്ട്, അത് നമുക്ക് കവർ ചെയ്യാം. എനിവേ, ഇതായിരുന്നു നമ്മുടെ CS എക്സിക്യൂട്ടീവിൻ്റെ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ ഇത് പാസ്സായി വരാനായിട്ട് സാധിക്കത്തുള്ളൂ. CS എക്സാമിനേഷൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്, അത്ര ഈസി ആയിട്ടായിരിക്കില്ല പരീക്ഷ വരിക. അപ്പോൾ അത് സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉഴപ്പ് വന്നാലോ അല്ലെങ്കിൽ നമുക്ക് പഠിച്ചു കെയർലെസ്നെസ് വന്നാലോ ഒക്കെ ഇത് പാസ്സായി പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നല്ല രീതിയിൽ പഠിക്കുകയും വേണം, കെയർഫുള്ളായിട്ട് നമ്മൾ പരീക്ഷ എഴുതുകയും കൂടി ചെയ്താൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റൂ. പക്ഷേ നമ്മൾ ഈ വലിയ സംഭവം പോലെയല്ല, അതിനകത്തൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട്. അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ അനുസരിച്ചിരിക്കും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ ഉറപ്പായിട്ടും നല്ല മാർക്കോടുകൂടി പാസ്സാവാനും സാധിക്കും. എനിവേ, ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ പഠിത്തം നടക്കട്ടെ. എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം, IIIയെ കോൺടാക്റ്റ് ചെയ്യാം. ഫർദർ ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് സമീപിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. യെസ്, ഇനി ഇല്ലാത്തവർക്ക് ഞാനൊന്നുകൂടി നമ്പർ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8590368845. ഓക്കെ, ശരി. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.